PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ICDS സൂപ്പർവൈസറിൻ്റെ സിലബസ് ബേസ്ഡുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ക്ലാസ്സുകളായിട്ട് ICDS സൂപ്പർവൈസറിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓണം വന്നപ്പോൾ ആ ഓണത്തിന് 1-2 ദിവസങ്ങളിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ കൃത്യമായി സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ എടുത്താണ് പോകുന്നത്. അപ്പോൾ ICDS സൂപ്പർവൈസറിൻ്റെ എക്സാം നിങ്ങൾക്കറിയാം, അടുത്ത മാസം 22-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. ICDS സൂപ്പർവൈസറിന് പഠിക്കുന്നതിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ICDS സൂപ്പർവൈസർ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളിൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. മറ്റു PSC പരീക്ഷകളെക്കാളും ജോലി സാധ്യത വളരെ കൂടുതലുള്ള പോസ്റ്റാണ് ഈ ICDS സൂപ്പർവൈസർ എന്ന് പറയുന്നത്. കാരണം നിലവിലൊരു ലിസ്റ്റ് നിലവിലില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ജോലി. മറ്റുള്ള PSC പരീക്ഷ പോലെ ലിസ്റ്റ് വരാൻ താമസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ലിസ്റ്റ് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് മടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നിലവിലൊരു ലിസ്റ്റ് നിലവിലില്ലാത്തത് കൊണ്ട്. അപ്പോൾ ജോലി സാധ്യതയും പോസ്റ്റിന് വളരെ കൂടുതലുള്ളൊരു പോസ്റ്റാണ് കേട്ടോ. കുറച്ചാളുകൾ മാത്രമേ പരീക്ഷ എഴുതുള്ളൂ. അതുപോലെ തന്നെ ഒരു 10-ൽ 2 പേർക്ക് എന്ന രീതിയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൊരു പോസ്റ്റ് കൂടിയാണിത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സിലബസ് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ കോഗ്നിറ്റീവ് തിയറിയെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലേ. കോഗ്നിറ്റീവ് തിയറിയുടെ പാർട്ട് 1 വീഡിയോ ആണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഗ്നിറ്റീവ് തിയറിയുടെ പാർട്ട് 2 വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് 2 കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്ന ടോപ്പിക്ക് തീരുകയാണ്. അപ്പോൾ ഇത് ICDS സൂപ്പർവൈസർ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ മറക്കണ്ട, നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. ICDS സൂപ്പർവൈസർക്ക് വേണ്ടി പഠിക്കുന്നതിന് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയേക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ, നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാർട്ട് 2 വീഡിയോ കാണാം. ഹലോ, വെൽക്കം ടു എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോഗ്നിറ്റീവ് തിയറീസ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജിൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയാണ്. അപ്പോൾ അവിടെ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറീസിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി എന്താണ്, അല്ലെങ്കിൽ നോളജ് കൺസ്ട്രക്റ്റിവിസം എങ്ങനെയാണ്, കുട്ടികൾ എങ്ങനെയാണ്, ജിൻ പിയാഷെ പറയാൻ ആഗ്രഹിച്ച ഇത്രയുമായിരുന്നു, ഒരു കുട്ടി എങ്ങനെയാണ് ഒരു ഓർഗാനിസം എങ്ങനെയാണ് നോളജിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്, ഒരു സ്റ്റുഡന്റ് എങ്ങനെയാണ് നോളജ് അക്വിസിഷൻ ചെയ്തെടുക്കുന്നത്. അതാണ് എന്താ പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം, നോളജ് കൺസ്ട്രക്റ്റിവിസം എന്നറിയപ്പെടുന്നു. കുട്ടികൾ സ്വയം തന്നെയാണ്, അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് അപ്രോച്ചസ് ആണ്. കുട്ടികൾ സ്വയം തന്നെ അവരുടെ അറിവിനെ സ്വാംശീകരിച്ചെടുക്കുന്നു, നോളജിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. ദാറ്റ് ഈസ് ദ കൺസ്ട്രക്റ്റിവിസം തിയറി. അപ്പൊ ഈ ഒരു തിയറി കൊണ്ടുവന്നതും ജിൻ പിയാഷെ തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ നോളജിനെ കൺസ്ട്രക്റ്റീവ്സ് ചെയ്തെടുക്കുന്നത് കുട്ടികൾ വിവിധ സ്റ്റേജുകളിലൂടെയാണ്. അവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഈ നോളജിനെ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അവർ നടക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്നത് ജിൻ പിയാഷെ ആൻഡ് ഹിസ് തിയറി, ദ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒരു കുട്ടിയിൽ നടക്കുന്ന വിവിധ സ്റ്റേജസുകളിലൂടെയാണ്, അവന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് വിവിധ സ്റ്റേജുകളിലൂടെയാണ്, അവന്റെ ഒരു ഗ്രോത്തിനനുസരിച്ചിട്ട് വിവിധ സ്റ്റേജുകളിലൂടെയാണ് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത്. The child cognitive development is not just about acquiring knowledge. The child has to construct a mental model of the world. Cognitive development occurs through the interaction of innate capacities, that is nature, and the environmental events. Environmental events means nature and the nurture or then varunathu, and the children pass through the series of stages. സോ അപ്പൊ നമ്മളിവിടെ പറയുന്ന കാര്യം ഇത്രയുമാണ്. ഇദ്ദേഹം ജിൻ പിയാഷെ അർത്ഥമാക്കിയത്, ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഒരിക്കലും ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് അക്വയർ നോളജ്. എന്താ പറയുന്നത്, അറിവിനെ അക്വിസിഷൻ ചെയ്തെടുക്കുക, അറിവിനെ നോളജിനെ അക്വയർ ചെയ്തെടുക്കുന്നത് മാത്രമല്ല കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബട്ട് ഡെവലപ്പ് ദ കൺസ്ട്രക്ട് എ മെന്റൽ മോഡൽ ഓഫ് ദ വേൾഡ്. ഈ നമ്മുടെ പരിസരത്തെ കുറിച്ച് ഒരു മെന്റൽ മോഡൽ, മെന്റൽ ഓപ്പറേഷൻ, നമ്മൾ പറഞ്ഞു സ്കീമുകൾ എന്ന് പറഞ്ഞു, മെന്റൽ ഓപ്പറേഷൻ, മെന്റൽ ബിൽഡിംഗ് ബ്ലോക്കുകൾ എന്ന് പറഞ്ഞു, ദാറ്റ് ഈസ് സ്കീമാസ്. ഈ ഒരു മെന്റൽ മോഡലിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മെന്റൽ മോഡലും കൂടി നമുക്ക് വേണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വേൾഡിനെ, നമ്മൾ എൻവയോൺമെന്റിനെയും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എന്നിൽ നിന്നുണ്ടാകുന്ന ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഇന്നാക്റ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റി, ഇന്നാക്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇൻസൈറ്റ് ലേണിംഗ്, അന്തർദൃഷ്ടി പഠനം. ഇന്നാറ്റ് കപ്പാസിറ്റിയും ഉണ്ടാകും, ദാറ്റ് ഈസ് നാച്ചർ.
ആൻഡ് ദ എൻവയോൺമെന്റൽ ഈവൻസും കൂടി ചേരുമ്പോൾ മാത്രമേ ആൻഡ് ചിൽഡ്രൻ പാസ് ത്രൂ ദ സീരീസ് ഓഫ് സ്റ്റേജസ്, ഇതിലൂടെ മാത്രമേ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കുട്ടിയിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവന്റെ ഇനാറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റീസുകളും ഇൻസൈറ്റ് ലേണിംഗ് ഉണ്ടാവണം. അല്ലെങ്കിൽ അങ്ങനെ ഈ രണ്ട് ഘട്ടത്തിലൂടെ ഇനാറ്റ് കപ്പാസിറ്റിയും വേണം, അവൻ എൻവയോൺമെന്റ് തന്റെ പരിസരത്തെയും അവൻ മനസ്സിലാക്കണം. ഈ രണ്ട് ഘടകങ്ങളിലൂടെയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഈ ലോകത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കി എന്നുള്ള കഴിവുകളിലൂടെയും മാത്രമേ ഇനാറ്റ് കപ്പാസിറ്റിയിലൂടെയും മാത്രമേ എൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു കാര്യം എടുത്തു പറഞ്ഞു, ഇവിടെ നമുക്കൊരു സഹായത്തിന്റെ ഒരു സ്കഫോൾഡിങ്ങിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സഹായമോ എനിക്ക് ആവശ്യമില്ല. നോളജിനെ ഞാൻ ഡിസ്കവർ ആണ്. ഞാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആണ്, ഇല്ലെങ്കിൽ ഒരു ഡിസ്കവർ ആണ്, അങ്ങനെയാണ് അദ്ദേഹം വ്യക്തമാക്കില്ല. നമ്മളെ നോളജിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന സാരത്തിൽ നമുക്ക് മറ്റൊരു വ്യക്തിയുടെ സഹായം ഇവിടെ, അത് നമുക്കവിടെ വൈഗോട്സ്കിയുടെ തിയറിയിലൊക്കെ പറയുകയാണെങ്കിൽ സ്കഫോൾഡിങ് വേണം, കൈത്താങ് തലം ഇവിടെ ആവശ്യമില്ല. കുട്ടികൾ സ്വയം തന്നെയാണ്, ലേണർ സെന്റേഡ് അപ്രോച്ചാണ്. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു തിയറിയിൽ അദ്ദേഹം മെയിൻലി വ്യക്തമാക്കിയിട്ടുള്ളത്. സോ അപ്പൊ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു there are different stages of cognitive ഡെവലപ്മെന്റുകളുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് 1 പറയുന്നത് ബർത്ത് ടു 2 years ആണ്, സെൻസറി മോട്ടോർ സ്റ്റേജ്. സ്റ്റേജ് 2 എന്ന് പറയുന്നത് 3 to 7 years. ചില ബുക്കുകൾ 2 to 7 years എന്ന് എഴുതിയിട്ടുണ്ട്, തെറ്റില്ല. 2 മുതൽ 7 വയസ്സ് വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ദെൻ അതിന്റെ ഇടയിൽ ഒരു ഘട്ടം വരുന്നുണ്ട്, ഈ 4 മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു ഘട്ടം, ദാറ്റ് ഈസ് ഇനിഷ്യേറ്റീവ് സ്റ്റേജ് എന്ന് വെച്ചാൽ എന്താ, ഊഹഘട്ടം. ഓക്കെ, ദെൻ വരുന്ന സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 വരുന്നത് 7 to 11 ആൻഡ് എബോവ്. 11 വരെയുള്ള ഘട്ടം കോൺക്രീറ്റ് സ്റ്റേജ്, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം. സെൻസറി സ്റ്റേജ് എന്ന് വെച്ചാൽ ഐന്ദ്രിക ചാലക ഘട്ടം. മനസ്സിലാവുന്നല്ലോ. ഐന്ദ്രിക ചാലക ഘട്ടത്തെയാണ് സെൻസറി സ്റ്റേജ് എന്ന് പറയുന്നത്. ആശയദാന പൂർവ്വഘട്ടത്തെയാണ് പ്രീ കോൺസെപ്ഷ്യൽ സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത്. വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടത്തെയാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഔപചാരിക മനോവ്യാപാര ഘട്ടത്തെയാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. ഈ ഘട്ടങ്ങളിലൂടെയാണ് ഒരു കുട്ടി എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. അല്ലെ, അവന്റെ അത് കടന്നു പോകുന്നതെന്ന് വെച്ചാൽ അവന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എടുക്കുന്നത് അവൻ എന്നാണ് ജിൻ പിയാഷെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇനി ഈ ഓരോ സ്റ്റേജിലൂടെയാണ് പഠിക്കേണ്ടിയിട്ടുള്ളത്. ജിൻ പിയാഷെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സജസ്റ്റ് ദാറ്റ് ചിൽഡ്രൻ മൂവ് ത്രൂ 4 ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലേണിംഗ്. ഈ പഠനത്തിന്റെ അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവനിൽ ഉണ്ടാകണമെങ്കിൽ കുട്ടികൾ പഠിക്കുമ്പോൾ പോലും അവന്റെ വളർച്ചയുടെ ഈ 4 ഘട്ടങ്ങളിലൂടെ കടന്നു വേണം അവൻ ആ ലേണിംഗ് കപ്പാസിറ്റീസ്, ലേണിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്ട്രക്ചർ അവനിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ അപ്പൊ അദ്ദേഹം പറയുന്നത് വെച്ചാൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നോട്ട് ഓൺലി ദ നോളജ് അക്വിസിഷൻ, അറിവിനെ സ്വയക്തമാക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, പിന്നെ അവിടെ എന്താ വേണ്ടിയിട്ടെന്നാ പറയുന്നത്, വേൾഡ് മെന്റൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഡെവലപ്പ് ദ കൺസ്ട്രക്ട് മെന്റൽ മോഡൽ ഓഫ് ദ വേൾഡ്. നമ്മുടെ ഈ ലോകത്തെ കുറിച്ചൊരു മെന്റൽ മോഡൽ, മെന്റൽ ഓപ്പറേഷൻസ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പല ഭാഗത്തും. മെന്റൽ ഓപ്പറേഷൻ, ഒരു എന്താ പറയുന്നത്, മനോവ്യാപാരം എനിക്ക് വേണം, മെന്റൽ മോഡൽ ഓഫ് ദ വേൾഡ്, ദാറ്റ് ഈസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കെ. ഇതിലൂടെ മെന്റൽ ഡെവലപ്മെന്റ് എങ്ങനെ ഉണ്ടാക്കുന്നത്, ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ യുവർ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു ഈവൻസിൻ്റെ ഉള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന അറിവും നമ്മുടെ ഇന്നാറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റിയിലൂടെ ചേരുമ്പോൾ മാത്രമേ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സാധ്യമാകത്തുള്ളൂ. Okay, his theory focused not only on understanding how children acquire knowledge, but also understanding the nature of intelligence. ഇവിടെ കുട്ടി വെറുതെ ഇങ്ങനെ അറിവ് എന്താണ് അല്ലെങ്കിൽ അറിവിനെ അവന് നേടിയെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, ബട്ട് ആൾസോ അണ്ടർസ്റ്റാൻഡിങ് നാച്ചർ ഓഫ് ദി ഇന്റലിജൻസ്. നാച്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന് വെച്ചാൽ കുട്ടികളുടെ ബൗദ്ധിക തലം എത്രയാണ്, നാച്ചർ ഓഫ് ഇന്റലിജൻസ് എന്താണ്. ഇന്റലിജൻസ് പറയുമ്പോൾ ഇൻസൈറ്റ് ഓഫ് ലേണിംഗ്, അവരുടെ ഇനാറ്റ് കപ്പാസിറ്റി എന്താണ്. ആ ഇനാറ്റ് കപ്പാസിറ്റി എന്ന് മനസ്സിൽ ഡീപ് റൂട്ടഡ് സ്റ്റഡി ഓഫ് എവറി കോൺസെപ്റ്റ്. ഒരു കോൺസെപ്റ്റ് ഒരു ആശയം എടുക്കുകയാണെങ്കിൽ അതിന് ഇൻസൈറ്റോട് കൂടി, അത് തന്നെയാണ് നമ്മൾ ഗസ്റ്റാൾട്ട് തിയറിയിലും പറഞ്ഞത്. ഇത് ഇവിടെ തന്നെ ഇതും പറയുന്നുണ്ട്. ഗസ്റ്റാൾട്ട് തിയറി പറയുന്ന പോലെ ഇൻസൈറ്റ് വേണം, പക്ഷെ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടിയിട്ടുള്ളത്, അതാണ് നാച്ചർ ഓഫ് ഇന്റലിജൻസ് വേണം. പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം, ആ നാച്ചർ ഓഫ് ഇന്റലിജൻസിൻ്റെ കൂടെ നമ്മൾ സ്വയം അങ്ങനെ നമ്മുടെ കപ്പാസിറ്റിയുടെ ഫലമായിട്ട് നമ്മൾ സ്വയം നോളജിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. മറ്റേ വിതൗട്ട് ഹെൽപ്പ് ഓഫ് എനിബഡി, നമ്മൾ മറ്റുള്ളവരുടെ ആരുടെയും ഹെൽപ്പില്ലാതെ സ്വയം അറിവിനെ നമ്മൾ അക്വിസിഷൻ, ദാറ്റ് ഈസ് ദ നോളജ് കൺസ്ട്രക്റ്റിവിസം. ഇനി ജിൻ പിയാഷെയുടെ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ്, ബർത്ത് 2 years. Pre-operational stage, that is 2 to 7 years. Concrete operational stage, age 7 to 11 years. And formal operational stage വന്നിട്ട് 12 and 12 വയസ്സും അതിന് മുകളിലുള്ള ഒരു ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഓക്കെ,
സോ ദ ഏജ് ബർത്ത് ടു 2 years. ഇനി നമ്മൾ ആദ്യത്തെ സ്റ്റേജിനെ കുറിച്ചിട്ട് പഠിക്കാൻ പോവാണ്. ജനനം മുതൽ, അതായത് ജനിച്ചത് മുതൽ ആദ്യത്തെ 2 വയസ്സ് വരെയുള്ള ഒരു ഘട്ടം. ഈ ഒരു ഘട്ടത്തിന്റെ പ്രത്യേകത വെച്ചത് ഫസ്റ്റ് സ്റ്റേജ് ഈസ് ദ സെൻസറി മോട്ടോർ സ്റ്റേജ്. ആൻഡ് ഡ്യൂറിംഗ് ദി സ്റ്റേജ് the infant focus on physical sensation and on learning to the coordination their body. ഇവിടെ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ ഇന്ദ്രിയ വേദനകളിലൂടെ, ഇന്ദ്രിയമായിട്ടുള്ളത് അവരുടെ സെൻസ് ഓർഗൻസിലൂടെ അവർ നേടിയെടുക്കുന്ന അറിവ്. അങ്ങനെയാണ് അവരുടെ ഒബ്ജക്ട്സ്, അങ്ങനെയാണ് ഒരു ഒബ്ജക്ട്സിനെ, അല്ല നമ്മുടെ ഒബ്ജക്ട്സിനെ ഒരു ഭാഷയുടെ സഹായത്താലൊന്നും അവർ പഠിക്കുന്നില്ല. അവരുടെ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ, അവരുടെ സെൻസേഷനിലൂടെ, ഐയിലൂടെ, വിയറിലൂടെ ഒക്കെ തന്നെ അവർ നേടിയെടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റ്, അറിവ്. അതാണ് ഇവിടെ. അതായത് അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ എന്ന് മാത്രമല്ല, ഫിസിക്കൽ സെൻസേഷൻ എന്ന് വെച്ചാൽ അത് ശാരീരികപരമായിട്ടുള്ള സെൻസേഷൻസിലൂടെ, ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയും സെൻസേഷൻസിലൂടെയും അവർ നേടിയെടുക്കുന്ന അറിവ്. ആൻഡ് ലേണിംഗ് ടു കോർഡിനേറ്റ് ദെയർ ബോഡി. അതിലൂടെ കോർഡിനേഷൻ, ശാരീരിക പ്രക്രിയ എന്ന് വെച്ചാൽ കുട്ടി പിന്നെ ഒരു സ്റ്റെപ്പ് കയറാൻ, ഇങ്ങനെ കൈ കൊണ്ട് കയറാൻ പഠിക്കുന്നു. സ്റ്റെപ്പുകളിലൂടെ അവൻ വലിഞ്ഞ് കയറുന്നു, ചാടുന്നു, കേൾക്കുന്നു, അല്ലെ? ഇതിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഐ ഹാൻഡ് കോർഡിനേഷൻ, അതായത് ലേണിംഗ് ടു കോർഡിനേഷൻ ദെയർ ബോഡി. കണ്ടിരിക്കുന്ന സെൻസേഷൻ അവരുടെ ബോഡി കോർഡിനേഷൻ, ശാരീരിക പ്രവർത്തനങ്ങളുമായിട്ട് ഒത്തിണക്കം, അല്ലെ? ശാരീരിക പ്രവർത്തനങ്ങളും അവരുടെ സെൻസിലൂടെ അറിയുന്ന കാര്യങ്ങളെ ശരീരത്തിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഒത്തിണക്കും. ദ കോർഡിനേറ്റിംഗ് ദെയർ ബോഡി. മനസ്സിലാകുന്നത്? അതാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിൽ. birth to 2 years, major characteristics and development changes during this stage. Know the world through movement and sensation. ഈ ലോകത്തെ അവർ മനസ്സിലാക്കുന്ന അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയും അല്ലെങ്കിൽ അവരുടെ സെൻസേഷൻസിലൂടെയുമാണ്. ലേൺ അബൌട്ട് വേൾഡ് ത്രൂ ബേസിക് ആക്ഷൻസ് സച്ച് as. ഈ ലോകത്തെ അവർ മനസ്സിലാക്കുന്ന അവരുടെ ബേസിക് ആക്ഷൻസിലൂടെയാണ്. അവരുടെ ബേസിക് ആക്ഷൻസ് എന്ന് പറയുന്നത് അവിടെ എന്താ അർത്ഥമാക്കുന്നത്? സക്കിംഗ്, ഗ്രാസ്പിംഗ്, ലുക്കിംഗ്, ലിസണിംഗ്, ലേണിംഗ് ദാറ്റ് തിങ്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ വെൻ ദേ കനോട്ട് ബി സീൻ. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു സെൻസേഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഈസ് ലൈക്ക് ദെയർ ഗ്രാപ്സിംഗ്, മുല കുടിക്കുക, കേൾക്കുക, കാണുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ ഇവരുടെ അണ്ടർസ്റ്റാൻഡിങ് ദെയർ എൻവയോൺമെന്റ്, അവരുടെ എൻവയോൺമെന്റിനെ അവർ ലേൺ ദാറ്റ് തിങ്സ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഈവൻ വെൻ ദേ കനോട്ട് ബി സീൻ. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് പെർമനൻസ്. എന്ന് വെച്ചാൽ അവര് എന്താ പറയുന്ന, കാണാൻ കഴിയുന്നില്ല എങ്കിലും കാര്യങ്ങൾ നിലനിർത്താൻ അവർക്ക് കഴിയും. ഒരു കാര്യത്തെ അവർക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും കാര്യം അവരിൽ നിലനിൽക്കുന്നു. ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് പെർമനൻസ്. റിയലൈസ് ദാറ്റ് ദേ ആർ ദ സെപ്പറേറ്റ് ബീയിങ് ഫ്രം പീപ്പിൾ ആൻഡ് ഒബ്ജക്ട്സ് അറൌണ്ട് ദം. അവർക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും അവർ വേറിട്ട ജീവികളാണ് അവരെന്ന് അവർ മനസ്സിലാക്കുന്നു. റിയലൈസ് ദാറ്റ് ദേ ആർ ദ സെപ്പറേറ്റ് ബീയിങ് ഫ്രം ദ പീപ്പിൾ ആൻഡ് ഒബ്ജക്ട് അറൌണ്ട് ദം. അപ്പോൾ അവർക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും അവർ വേറിട്ടവരാണെന്നുള്ള ഒരു ബോധം അവർക്ക് തോന്നി തുടങ്ങുന്നു. അങ്ങനെ ഒരു ഘട്ടമാണ്. മനസ്സിലായിട്ടുള്ളോ? അവരുടെ എന്ന് വെച്ചാൽ ഇതിലൂടെയൊക്കെ അവർ എന്ത് ചെയ്യണം? അവരുടെ ഈ ഭൗതിക ലോകത്തെ അവർ മനസ്സിലാക്കി തുടങ്ങുകയാണ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഒബ്ജക്ട്സ്. ഇവിടെ ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. ഒബ്ജക്റ്റിന്റെ സഹായത്താലാണ് അവർ മനസ്സിലാക്കുന്നത്. ആ ഒബ്ജക്റ്റിനെ അവരെങ്ങനെ കോർഡിനേഷൻ ചെയ്യുന്നത്? ദർ ഐ ഹാൻഡ് കോർഡിനേഷൻ, ദർ ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെയാണ് ഓരോ കാര്യവും അവർ പഠിച്ചെടുക്കുന്നത്. വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ? അപ്പൊ എന്ത് കാര്യവും മോട്ടോർ, അതായത് റിഫ്ലക്സ് ആക്ടിവിറ്റീസിലൂടെ അവർ പഠിക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ തന്നെ അവരുടെ ആ ഒരു കാര്യത്തിലൂടെ ആണ് അവർ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നമ്മൾ ആദ്യത്തെ സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ നമ്മൾ എടുത്തു പറഞ്ഞൊരു പെക്യൂലിയാരിറ്റി എന്താണ് കുട്ടികളെ? ദാറ്റ് ഈസ് ദി ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് പെർമിനൻസ്. അറിയാലോ? അതായത് വസ്തുസ്ഥിരത എന്ന ആശയത്തിൽ അവർ എത്തിച്ചേരും. മനസ്സിലാവുന്നല്ലോ? ഇനി വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറിയിലെ സ്റ്റേജ് 2, ദാറ്റ് ഈസ് ദ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 7 years ആണ്. ഇതിന്റെ ഇടയിൽ 4 മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമുണ്ട്. ദാറ്റ് ഈസ് ഇനിഷ്യേറ്റീവ് സ്റ്റേജ്. എന്താണ് ഇനിഷ്യേറ്റീവ് സ്റ്റേജ് എന്ന് പറയും? ഊഹഘട്ടം എന്ന് പറയും. അപ്പൊ ഈ ഒരു സ്റ്റേജിന്റെ ഒത്തിരി പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി നിൽക്കുവാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേജിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾ അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷനിലൂടെയും പിന്നെ എന്താ പറയുന്നത്, അതൊരു വസ്തു എന്താ പറയുന്നത്, യാദൃച്ഛികമായ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി എടുക്കുകയാണ്. എന്ന് വെച്ചാൽ വേറെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, അവരുടെ ലോകത്തെ കുറിച്ച് അവർ മനസ്സിലാക്കി തുടങ്ങുന്നു. യാദൃച്ഛികമായിട്ടായിരിക്കും അവർ പല ഘട്ടത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ചെറിയ കാര്യം മനസ്സിലാക്കേണ്ട കുട്ടികൾ, ഈ ഘട്ടം ശിശുവിന്റെ മെന്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് ബുദ്ധിയുള്ളൊരു മൃഗത്തെ പോലെയാണ്.
അല്ലാതെ അവര് യാദൃച്ഛ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ. ഒരു ബുദ്ധിയുള്ള മൃഗം എങ്ങനെയാണ് ഇപ്പൊ ഒരു ഡോഗിനെയൊക്കെ ഞങ്ങളെ വീട്ടിൽ വളർത്തുന്ന ഡോഗിനെ പോലെ ബുദ്ധിയുള്ള ഒരു മൃഗത്തെ പോലെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ, ഇല്ലേ? അങ്ങനെ ബുദ്ധിയുള്ളൊരു മൃഗത്തിന് തുല്യമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശിശു തങ്ങളുടെ മുന്നിലുള്ള വസ്തുക്കളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും ആ വസ്തുക്കളും തന്റെ ശരീരവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ്. അപ്പോൾ ഒരു ബുദ്ധിയുള്ള മൃഗത്തെ പോലെ പെരുമാറാനേ കഴിയുന്നുള്ളൂ. അല്ല, തന്റെ വസ്തുവും തന്റെ വസ്തുക്കളും ആ വസ്തുക്കളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും വസ്തുവും തന്റെ ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, ഒബ്ജക്റ്റും തന്റെ ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിച്ചു വരുന്നത് ഈ രണ്ടാം ഘട്ടത്തിലാണ്, അല്ലെ? ബന്ധത്തെക്കുറിച്ച് ബോധവാനായി തുടങ്ങുന്നത് ഈ ഒരു ഘട്ടത്തിലാണ്. ഓക്കെ, ഇനി നമ്മൾ അത് വരുന്നത് ആ രണ്ടാം ഘട്ടത്തിൽ എത്തിച്ചേരുമ്പോഴേ മാത്രമേ ബോധം വരുന്നു തുടങ്ങുന്നുള്ളൂ. അത് സെക്കൻഡ് സ്റ്റേജിലാണ്. ഇനി പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലെത്തി, അത് 2 മുതൽ 7 വയസ്സ് വരെയാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സ്റ്റേജിന്റെ മറ്റൊരു പ്രത്യേകത എന്ത് എന്ന് നമുക്ക് നോക്കാം. During the stage, during this stage, the child begin to develop ability to represent object with image and word. നേരത്തെ നമ്മൾ ഒബ്ജക്റ്റിനെ കുറിച്ച് അറിയത്തുള്ളൂ. യാദൃച്ഛികമായിട്ട് വസ്തുക്കളെ മനസ്സിലാക്കുന്നു, അല്ല എന്താണെന്ന് മനസ്സിലാക്കുന്നു, അല്ലാതെ അതിനെക്കുറിച്ച് അതിനെ അവർ പ്രത്യേക പേരുപയോഗിച്ചോ സിമ്പൽ ഉപയോഗിച്ചോ ഒന്നും അല്ല മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ആ ചിത്രങ്ങളും വാക്കുകളും ഉപയോഗിച്ച് തങ്ങൾ പഠിച്ച വസ്തുക്കളെ എന്ത് ചെയ്യുന്നു? പ്രതിനിധീകരിക്കുന്നു. ചിത്രം ഉപയോഗിച്ചിട്ട് അതുവരെ അവർക്ക് എന്താ പറയുന്ന ആനയെ കണ്ടിട്ടുണ്ട്, അവർ ചിരിക്കും. ആന എന്നറിയപ്പെടുന്ന വസ്തുവിനെ അറിയാം, അല്ലെങ്കിൽ പൂവിനെ അറിയാം. പക്ഷെ അതിനെ പ്രതിനിധീകരിക്കുന്നതിനൊരു വേർഡ് അവർക്ക് എത്തിയില്ല. നിങ്ങൾ ഇതൊരു പൂവാണ്, ഇത് ചുവന്ന പൂവാണ്, അല്ല പ്രതിനിധീകരിക്കുവാണ് അവർ ചെയ്യുന്നത്. ഇമാജിസ് ഒരു പൂച്ച എത്തി, ആ പൂച്ച ഇതെന്താ, ഇതേതാ ജീവിയാ, ഇതൊരു പൂച്ചയാണ്. ഇമേജസ്, ആ ഇമേജ് കാണുമ്പോൾ അവൻ പൂച്ചയാണെന്ന് അവൻ പറയാൻ തുടങ്ങുന്നു. കാര്യം ഒരു വേർഡ് ലാംഗ്വേജ് സ്കില്ല് വന്നു തുടങ്ങും. അപ്പൊ നമ്മള് എന്താ പറയുന്നത്, സെൻസറി മോട്ടോർ സ്റ്റേജിൽ അങ്ങനെ ഒരു വസ്തുക്കൾക്കാണ് പ്രാധാന്യം, വസ്തുസ്ഥിരതയ്ക്കേ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആ വസ്തുവിന് ആ ഇമേജിലൂടെയും ചിത്രങ്ങളും വാക്കുകളും ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചിരുന്ന വസ്തുവിനെ പ്രതിനിധി റെപ്രസെന്റേഷൻ ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? പിന്നെ ലാംഗ്വേജ് സ്കില്ല് നടക്കുന്നു. ഇമാജിനേഷൻ, പിന്നെ എല്ലാം ഇമാജിനേഷൻ പവറാണ്, ഊഹിച്ചെടുക്കും. ഫോർ എക്സാമ്പിൾ, ഈ ഊഹഘട്ടം എന്ന് ഞാൻ പറഞ്ഞല്ലോ, 4 മുതൽ 7 വരെ വരികയാണെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റേജ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ മുല കുടിക്കുന്ന കുട്ടികളാകുമ്പോൾ ഒരു കുപ്പി കാണുക. ആ കുപ്പി മുലക്കുപ്പി കാണുമ്പോൾ തന്നെത്തേക്കും അവരെന്താ വിചാരിക്കുന്നത്? ബോട്ടിൽ കാണുമ്പോഴത്തേക്കും, പാലിന്റെ കുപ്പി ബോട്ടിൽ കാണുമ്പോഴത്തേക്കും ഇത് പാലിന്റെ സോഴ്സസ് ഓഫ് മിൽക്ക്, ഇത് പാലിന്റെ ഉറവിടമാണ് എന്ന് അവർ സങ്കല്പിക്കും. ഇമാജിനേഷൻ, അല്ലെ? അങ്ങനെ സങ്കല്പിച്ചെടുക്കുന്നു. പിന്നെ ഭാഷയുമായിട്ട് ഏകദേശം പൊരുത്തപ്പെട്ട് തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. പിന്നെ ഈ ഘട്ടത്തിന്റെ മറ്റു ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈഗോ സെൻട്രിക് ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണ് അവരിൽ നിന്ന് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു അഹംബോധം തോന്നി തുടങ്ങുന്നു. ഇപ്പോൾ കുറച്ച് ഇമിറ്റേഷൻസുകളൊക്കെ ഉണ്ട് അവരൊക്കെ. ചിൽഡ്രൻ ലേൺ ത്രോ ഇമിറ്റേഷൻ ആൻഡ് പ്ലേ ഡു ഇൻ ദി സ്റ്റേജ്. അവർ മറ്റുള്ളവരെ അനുകരിക്കുവാൻ തുടങ്ങുന്നു. സ്കൂളിൽ പോയിട്ട് അവർ ഈ ഒരു സമയത്ത് പഠിച്ച ടീച്ചറിനെയൊക്കെ കാണുമ്പോൾ ടീച്ചറിനെ പോലെ അനുകരിക്കും. വീട്ടിൽ വന്നിട്ട് കുറച്ച് പാവക്കുട്ടികളൊക്കെ എടുത്തിട്ട് പാവക്കുട്ടികളുടെ മുന്നിൽ സാരി ഒക്കെ ഇങ്ങനെ ചുറ്റുന്ന പോലെയൊക്കെ ഇരുന്ന് പാവക്കുട്ടികളെ പഠിപ്പിക്കും. മനസ്സിലായിട്ടുണ്ടല്ലോ. ദേ ബിഗിൻ ടു യൂസ് റീസണിങ് ഹൗ ഇറ്റ് ഈസ് മെയിൻലി ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് ദി ലോജിക്. ഇവിടെ യുക്തിപരമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. അവരിങ്ങനെ മറ്റുള്ളവരെ അനുകരിക്കും. പോലീസിനെ പോലെയോ സിനിമയെ താരത്തെ പോലെയോ ഒക്കെ തന്നെ അങ്ങനെ അനുകരിക്കും. അവരെ കാണുന്ന വ്യക്തികളെ പോലെയൊക്കെ അവർ അനുകരിക്കാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ഈ സമയത്ത് ഞാൻ പറഞ്ഞു മറ്റൊരു കാര്യം എടുത്ത് പറയാൻ, തന്റെ കയ്യിലൊരു ചെറിയ കളിപ്പാട്ടത്തിലുള്ള ഒരു സൈക്കിൾ ഇരിക്കുകയാണെങ്കിൽ അവൻ എന്താ പറയുന്നത്? ഈ സൈക്കിളിനെ റേസിംഗ് കാർ ആയിട്ട് അവൻ ചിത്രീകരിക്കും. ഒരു ചെറിയൊരു വടിയാണ് അവന്റെ കയ്യിലിരിക്കുന്നത് കളിക്കുന്ന സമയത്ത്. അവൻ വിചാരിക്കുന്നത് ഇത് തോക്കിനെ പോലെ പോലീസിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് പോലെ അവൻ വെടിവെക്കാൻ ശ്രമിക്കും. അങ്ങനെയൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ ഇതൊന്നും ലോജിക്കലി ഒന്നും അല്ല അവൻ ചിന്തിക്കുന്നത്. മനസ്സിലായിട്ടുണ്ട്? ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഫൗണ്ടേഷൻ ഓഫ് ലാംഗ്വേജിന്റെ സമയമാണ്. ഭാഷ രൂപീകരിക്കാൻ തുടങ്ങുന്നു. ഡെവലപ്മെന്റ് മേ ഹാവ് ലേർഡ് ഡ്യൂറിങ് പ്രീവിയസ് സ്റ്റേജ്. ആ ഒരു പ്രീവിയസ് സ്റ്റേജിൽ നിന്നും പ്രീവിയസ് സ്റ്റേജ് ഏതാ? സെൻസറി മോട്ടോർ സ്റ്റേജിൽ നിന്ന് അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവൻ നേരത്തെ കണ്ട ഒബ്ജക്റ്റിന് വസ്തുവിന്റെയും ചിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ശബ്ദത്തിലൂടെയും ചിത്രത്തിലൂടെയും വസ്തുക്കളെ വി റെപ്രസെന്റ്. But the emergence of language is one of the major hallmark of the pre-operation stage of the development. ഇവിടെ ഭാഷാ രൂപീകരണം തുടങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു ഘട്ടം. ഓക്കെ, ദെൻ ദ ചൈൽഡ് ഈസ് ഈഗോസെൻട്രിക്. അഹംബോധമുള്ള ഘട്ടമാണ്, അല്ലെങ്കിൽ അകംഭാവം. ഹി അസ്യൂം ദാറ്റ് അതർ പീപ്പിൾ ആർ ദ വേൾഡ് ആസ്
as he does. He has been shown in the three mountain study. As the pre-operation stage develop egocentrism, decline, and children begin to enjoy the participation of another child in their game and let's pretend. പ്ലേ ബിക്കേം മോർ ഇമ്പോർട്ടൻറ്റ് ദിസ് ടൈം. അപ്പൊ ഈ ഒരു ഘട്ടത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് കുട്ടികൾ അഹംബോധം തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. അല്ല, അവര് അഹംബോധം പിഞ്ചു കുഞ്ഞുങ്ങളെ സമയത്ത് അഹംബോധം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പിഞ്ചു കുഞ്ഞുങ്ങൾ സൂപ്പർ ഹീറോവിനെ പോലെയോ പോലീസിനെ പോലെയോ എന്ന് വെച്ചാൽ യാഥാർത്ഥ്യ ജീവിതത്തിലെ വസ്തുക്കളുമായിട്ട് എന്ത് ചെയ്യുന്നു, പൊരുത്തപ്പെട്ട് തുടങ്ങുകയാണ്. അത് പഠിക്കുന്നതാണ് അവർ. നമ്മുടെ എൻവയോൺമെന്റിനെ പരിചയപ്പെടുകയാണിത്. പക്ഷെ ഇമിറ്റേഷനിലൂടെയാണ്. അതാ പറയുന്നത് ഈഗോസെൻട്രിസം. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ടീച്ചറിനെ പോലെ അനുകരിക്കുന്ന തന്നെ മുന്നിലിരിക്കുന്ന പാവകളെ പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ അവനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇല്ലാതെ അല്ലെ, മനസ്സിലാവും. ഇത്തരത്തിലുള്ള വേഷങ്ങളൊക്കെ തന്നെ അവൻ നിത്യജീവിതത്തിൽ ഇവര് പാവകളാണ് തന്റെ കളിക്കൂട്ടുകാർ എന്ന് ചിന്തിക്കുന്നു. ദേ എൻജോയ് ടു. ഇനി ഈ ഒരു ഘട്ടത്തിന്റെ അവസാന ഘട്ടം എത്തുമ്പോഴത്തേക്കും ഈഗോസെൻട്രിസ്, അഹംബോധം അവൻ നിന്നും ഇല്ലാതാകുകയും ടു എൻജോയ് പാർട്ടിസിപ്പേഷൻ ഓഫ് അനദർ ചൈൽഡ് ഇൻ ദെയർ ഗെയിംസ്, മറ്റു കുട്ടികളൊപ്പം പാർട്ടിസിപ്പേഷൻ ചെയ്യുകയും ആൻഡ് ദെയർ ഗെയിം ആൻഡ് ലെറ്റ്സ് പ്രിറ്റൻഡ് പ്ലേ ബിക്കെയിം മോർ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ അവർക്ക് കളിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അല്ലെ, കളി രീതികൾക്കാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഒരു സാങ്കല്പിക കൂട്ടുകാരനെ പോലെയൊക്കെ സങ്കല്പിക്കുന്ന ഒരു ഘട്ടം, അതാണ് ഈഗോസെൻട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അവസാന ഘട്ടമാകുമ്പോഴത്തേക്ക് എന്ന് പറയുന്നത് എന്താണ്, പ്രീ ഓപ്പറേഷന്റെ അവസാന ഘട്ടമാകുമ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എത്തുമ്പോൾ ഈഗോസെൻട്രിസിസം എന്നറിയപ്പെടുന്ന ആ ഒരു ഒരു ഭാവം അവരിൽ നിന്ന് ഡിക്ലൈൻ ചെയ്യുകയും എന്ന് മാത്രമല്ല ദേ ബിഗൈൻ ടു എൻജോയ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് അനദർ ചൈൽഡ്, മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ ചെയ്യാനൊക്കെ തന്നെ അവർ എന്ത് ചെയ്യുന്നു, തുടങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ പറയുന്ന എന്താണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. നമ്മളെ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുവാണ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. മനസ്സിലാകുന്നില്ല? ഭാഷയുമായിട്ട് കുട്ടികൾ പൊരുത്തപ്പെട്ട് തുടങ്ങുന്നു. പിന്നെ ഈഗോസെൻട്രിസിസം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ അവസാന സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഭാഷ വികസിക്കുകയും ഈഗോസെൻട്രിസിസം ഒക്കെ അവരിൽ നിന്നും മാഞ്ഞു തുടങ്ങുകയും ചെയ്യും. അല്ലെ, അതാണ് ഈ ഒരു സ്റ്റേജിന്റെ അവസാന ഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യം വ്യക്തമായിട്ട് അതിന്റെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടല്ലോ, അത് അവിടെ അനുകരണ പ്രിയരാണെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. 2 to 7 years മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ചേഞ്ചസ് ഡ്യൂറിംഗ് ദ സ്റ്റേജ്. ഒരുപാട് പിന്നെ ഡെവലപ്മെന്റ് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. ബിഗിൻ ടു തിങ്ക് സിംബോളിക്കലി ആൻഡ് ലേൺ ടു യൂസ് വേർഡ്സ് ആൻഡ് പിക്ചർ ഇൻ റെപ്രസെന്റ് ഒബ്ജക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേർഡ്സുകൾ ഒബ്ജക്ട്സിനെ വേർഡ്സിന്റെയും ചിത്രത്തിന്റെയും സഹായത്താൽ സിംബോളിക്കലി സാങ്കല്പിക രൂപത്തിലും സങ്കല്പിക്കുകയും അതിന് ഇമാജിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ടെൻ ടു ഈഗോസെൻട്രിക് സ്ട്രഗിൾ ടു സീ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് അതേഴ്സ്. അപ്പം ഈഗോസെൻട്രിസിസം അവൻ വന്നു തുടങ്ങുന്നു. ഗെറ്റിംഗ് ബെറ്റർ വിത്ത് ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് ബട്ട് സ്റ്റിൽ ടെൻഡ് ടു തിങ്ക് ഇൻ വെരി കോൺക്രീറ്റ്. പക്ഷെ ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഈഗോസെൻട്രിസിസം ഒക്കെ തുടങ്ങുന്നു എങ്കിലും ഇവര് അമൂർത്തമായിട്ട് ചിന്തിക്കുന്നില്ല. ഒരു മൂർത്തമാത്തിൽ മാത്രമേ ചിന്തിക്കുന്നു, കോൺക്രീറ്റ് ആയിട്ട് മാത്രമേ ചിന്തിക്കൂ. മീൻസ് ലോജിക്കലി അവർ ചിന്തിക്കുന്നില്ല. അതാണ് അമൂർത്തമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല, നിങ്ങൾ കോൺക്രീറ്റ് ആയിട്ടൊന്നും അവർ ചിന്തിക്കുന്നില്ല. അത് 2 to 7 years വരുമ്പോഴത്തേക്ക് ഒരു കോൺക്രീറ്റ് ആയിട്ടൊന്നും അവർ ചിന്തിക്കുന്നില്ല, ഇല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ടും അവർ ചിന്തിക്കുന്നില്ല. പിന്നെ എന്താ, ബട്ട് സ്റ്റിൽ ടു തിങ്ക് ഇൻ വെരി കോൺക്രീറ്റ് ടേംസ്. ഇവിടെ ടേമുകളായിട്ടേ ചിന്തിക്കുന്നുള്ളൂ. ഈ ഞാൻ പറഞ്ഞത് മൂർത്തഭാവത്തിൽ അല്ലെങ്കിൽ അമൂർത്തഭാവത്തിലൊക്കെ ചിന്തിക്കുന്ന കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലും പിന്നെ ഫോമർ ഓപ്പറേഷൻ സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമേ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നുള്ളൂ, കോൺക്രീറ്റ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു. ഇവിടെ കോൺക്രീറ്റ് ടേംസുകൾ മാത്രമേ അവരെ പ്രതിനിധീകരിക്കുന്നുള്ളൂ. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ, ഇനി നമ്മൾ വരുന്ന കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ഘട്ടം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ആശയദാനപൂർവ്വഘട്ടം 2 മുതൽ 7 വയസ്സ് വരെയുള്ള ഒരു ഘട്ടം. ഈ ഘട്ടത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പറയില്ല, ഈഗോസെൻട്രിക് വളരെ ശക്തമാണ് എങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ റിവേഴ്സിബിലിറ്റി എന്ന ഒരു കോൺസെപ്റ്റിൽ കുട്ടി എത്തിച്ചേരുന്നില്ല. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഞാൻ പറഞ്ഞു 4 to 7 years വരെയാണ് ഈ ഒരു ഘട്ടത്തിന്റെ രണ്ടാമത്തെ ഘട്ടം. അല്ലെ, എന്ന് വെച്ചാൽ ഇമാജിനേഷൻ, ഊഹാധിഷ്ഠിതം ആയിട്ടുള്ള ചിന്താഗതിയാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഊഹങ്ങളിലൂടെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ഊഹങ്ങളിലൂടെ മാത്രമേ ചിന്തിക്കുന്നു വെച്ചാൽ റിവേഴ്സിബിലിറ്റി എന്നൊരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. എന്താണ് ഊഹിച്ചെടുക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ റിവേഴ്സിബിലിറ്റി എന്ന കോൺസെപ്റ്റ് അവർ വരുന്നില്ല. റിവേഴ്സിബിലിറ്റി അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി കണ്ട് തുടങ്ങുന്ന നമുക്ക് എവിടാന്ന് ചോദിക്കുമ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്.
അപ്പൊ റിവേഴ്സിബിലിറ്റി എന്ന ആശയത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ. എന്തായിരുന്നു എക്സാമ്പിൾ കുട്ടികളെ? നമ്മളിപ്പോ ഒരു ചെറിയൊരു എക്സാമ്പിൾ പഠിക്കുവാണെങ്കിൽ മലയാളത്തിൽ പ്രത്യാവർത്തനം എന്നാണ് റിവേഴ്സിബിലിറ്റി പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഊഹിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ രവി എന്ന് പറയപ്പെടുന്ന 5 വയസ്സുള്ള കുട്ടിയാണ്. ഇപ്പൊ ഇവന്റെ അടുത്ത് പോയിട്ട് അപ്പൊ അവനൊരു ബ്രദർ ഉണ്ട്, അവന്റെ പേര് ശശി എന്നാണ്. രവിയോട് ഞാൻ ചെന്ന് ചോദിക്കും, രവി യു ഹാവ് എ ബ്രദർ? യെസ് രവി സേ യെസ് ഐ ഹാവ് എ ബ്രദർ. എനിക്കൊരു ബ്രദർ ഉണ്ടോ? ഉണ്ട്. എനിക്കൊരു സഹോദരനുണ്ട് എന്നവൻ പറയും. കുറച്ച് കഴിഞ്ഞ് ഞാൻ അവനോട് ചോദിക്കും, ശശിക്കൊരു ബ്രദർ ഉണ്ടോ? നിന്റെ സഹോദരൻ ആരാ? ശശി. എന്ന് ഞാൻ ചോദിക്കും, അവന്റെ രവിയോട് അടുത്ത് ഞാൻ ചോദിക്കുന്നു, ശശിക്കൊരു ബ്രദർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രവിയുടെ ആൻസർ എന്താ? ഇല്ല എന്നാണ് അവന്റെ ആൻസർ. ഇവിടെ റിവേഴ്സിബിലിറ്റി എന്നറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റിൽ, ഒരു കാഴ്ചപ്പാടിൽ ഇവൻ ഇമാജിനേഷൻ പവർ ആണല്ലോ, മെന്റൽ ഓപ്പറേഷനിൽ അവൻ എന്ത് ചെയ്യുന്നില്ല, അവൻ എത്തിച്ചേരുന്നില്ല. അതിനുള്ള ഞാൻ പറഞ്ഞു അതാ പറയുന്ന ഒരു കോൺക്രീറ്റ് ടേമുകൾ മാത്രമായിട്ടേ അവൻ ചിന്തിക്കുന്നു. ബട്ട് സ്റ്റിൽ tend to think in very concrete terms. വെരി കോൺക്രീറ്റ് ടേമുകളായിട്ട് അവൻ ചിന്തിക്കുന്നു. ഒരു കോൺക്രീറ്റ് അല്ലെങ്കിൽ മെന്റൽ ഓപ്പറേഷനിലേക്ക് കോൺക്രീറ്റ് ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള മെന്റൽ ഓപ്പറേഷനിൽ അവൻ എത്തിച്ചേരുന്നില്ല. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പൊ ഇനി നമ്മൾ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾ എന്താണ് റിവേഴ്സിബിലിറ്റി മനസ്സിലായല്ലോ. റിവേഴ്സിബിലിറ്റി അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. റിവേഴ്സിബിലിറ്റി എന്നറിയപ്പെടുന്ന മെന്റൽ ഓപ്പറേഷനിൽ ഒരു കുട്ടി എത്തിച്ചേരുന്നത് ദ ലാസ്റ്റ് സ്റ്റേജ്, ഐ മീൻ ദ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്താണെന്ന് നോക്കാം. വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടമാണ്. 7 to 12 years വരെയാണ് ഇവിടെ വരുന്ന ഘട്ടം. ഈ ഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരു കുട്ടിക്ക് ഉണ്ടായി തുടങ്ങും. സോ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഏത് വയസ്സ് വരെയാണ് കുട്ടികളെ? 7 to 11 years and above, 11 വയസ്സ് വരെ. ഓക്കെ, children will still very concrete and literal in the thinking at this point in development. They became much more adept at using logic. The egocentrism of the previous stage began to disappear as kids became better at thinking about how other people might view a situation. എന്ന് വെച്ചാൽ ഈഗോസെൻട്രിസിസം എന്നറിയപ്പെടുന്ന ഒരു ആശയം, ആ ഒരു കോൺസെപ്റ്റ് അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു. അവനെ കുറിച്ചല്ല ഇവിടെ ചിന്തിക്കുന്നത്. പിന്നെ അവന്റെ ചുറ്റുമുള്ള ലോകത്തെ കുറിച്ച് ആൾക്കാർ എന്താണ് ഒരു സിറ്റുവേഷനെ മനസ്സിലാക്കുന്നത്, അവരെങ്ങനെ മറ്റുള്ളവരെങ്ങനെ നോക്കി കാണുന്നു, അങ്ങനെയൊക്കെ അവങ്ങ് ചിന്തിക്കാൻ തുടങ്ങുന്നു. അതായത് യുക്തിപൂർവ്വം, ഐ മീൻ ലോജിക്കലി ചിന്തിക്കാൻ തുടങ്ങും. അതായത് റിവേഴ്സിബിലിറ്റി ഒക്കെ തന്നെ ആരംഭിച്ചു തുടങ്ങുന്നു. ഒരു വസ്തു ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു വെള്ളം എടുത്തു, വെള്ളത്തെ കുറച്ച് കഴിഞ്ഞ് ഞാൻ അതിനെ ഐസാക്കി മാറ്റി. ഐസ് ആക്കിയിട്ട് കുറച്ച് കഴിഞ്ഞ് അവന് മനസ്സിലാവും, ലോജിക്കലി ചിന്തിക്കും, ഈ ഐസ് കുറച്ച് കഴിഞ്ഞ് വെള്ളമാകും, ഐസ് വെള്ളവുമാകും, വെള്ളം ഐസാകും, ഐസ് വെള്ളത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പിന്നും പോകും എന്ന് അറിയപ്പെടുന്ന ആ റിവേഴ്സിബിലിറ്റി ഇവിടെ അവന് വളരെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും തോന്നും. 7 to 11 years മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഡെവലപ്മെന്റ് ചേഞ്ചസ്, ഒരുപാട് ചേഞ്ചസ് വരുന്നു. ഡ്യൂറിംഗ് ദ സ്റ്റേജ് ബിഗിൻ ടു തിങ്ക് ലോജിക്കലി അബൌട്ട് കോൺക്രീറ്റ് ഈവൻസ്. ഇവിടെ മൂർത്തപരമായിട്ടുള്ള ചിന്തകൾ അവനിൽ തുടങ്ങുന്നു. ബിഗിൻ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ. ഇവിടത്തെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിവേഴ്സിബിലിറ്റി ഇസ് ദ മെയിൻ പെക്യൂലിയാരിറ്റീസ് ഓഫ് ദി സ്റ്റേജ്. ആൻഡ് ആൾസോ ദ അനദർ കോൺസെപ്റ്റ് ഈസ് ദ കൺസർവേഷൻ, സംരക്ഷണം. കൺസർവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സമയത്തെ ഒരു ഒരു സ്പെഷ്യാലിറ്റി ആണ്, ഒരു ഫീച്ചർ ആണ്. ദാറ്റ് ഈസ് കൺസർവേഷൻ. എന്താണ് കൺസർവേഷൻ? സംരക്ഷണം എന്ന് പറയും. എന്താണ് കുട്ടികളെ കൺസർവേഷൻ എന്ന് പറയപ്പെടുന്ന കോൺസെപ്റ്റ്? ദാറ്റ് ദ എമൗണ്ട് ഓഫ് ലിക്വിഡ് ഇൻ എ ഷോർട്ട് വൈഡ് കപ്പ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഇൻ ദ ടോൾ സ്കിന്നി ഗ്ലാസ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ദ്രാവകം എടുക്കുകയാണ്, ഒരു ലിക്വിഡ് എടുക്കുകയാണ്, അതിൽ ചെറുതും വീതിയുള്ളതുമായ ഒരു കപ്പില്, ചെറുതായൊരു കപ്പ് അല്ലെങ്കിൽ വീതിയുള്ളൊരു കപ്പിൽ ഒഴിക്കുന്ന ആ ഒരു ദ്രാവകത്തിന്റെ അളവ് ഉയരമുള്ളതും മെലിഞ്ഞ കപ്പിൽ ഒഴിക്കുന്ന ഗ്ലാസിന്റെ അളവിന് തുല്യമല്ലേ? നമുക്കറിയാം തുല്യമാണെന്ന്. ലോജിക്കലി ചിന്തിച്ച് അങ്ങനെ അവൻ ചിന്തിച്ചു തുടങ്ങും, തുല്യമാണ്. ഇവ രണ്ടിൽ ഒഴിച്ചാലും ദ്രാവകത്തിന്റെ അളവ് എപ്പോഴും എന്താ? സെയിം ആണ് എന്ന് അവൻ ചിന്തിക്കുന്നു. അതാണ് കോൺക്രീറ്റ് തിങ്കിങ്. മൂർത്ത രൂപത്തിൽ അവൻ ചിന്തിച്ചു തുടങ്ങുന്നു, കോൺക്രീറ്റ് തിങ്കിങ് തുടങ്ങുന്നു. ബിഗിൻ യൂസിങ് ഇൻഡക്റ്റീവ് ലോജിക്. പക്ഷേ ഇവിടെ അവൻ ഇൻഡക്റ്റീവ് ലോജിക് എന്ന് പറഞ്ഞ് റീസണിങ് ഫ്രം സ്പെസിഫിക് ഇൻഫർമേഷൻ ടു ജനറൽ പ്രിൻസിപ്പിൾസ്. അതായത് എന്താ? സ്പെസിഫിക് ആയിട്ടുള്ള വ്യത്യസ്തപരമായിട്ടുള്ള ഒരുപാട് വസ്തുക്കളിൽ നിന്നും ഒരു പൊതു തത്വത്തിൽ അവൻ എത്തിച്ചേരുന്നു. അല്ല, പൊതു തത്വത്തിൽ അവന് ഒരു വസ്തുവിനെ എടുക്കാൻ അതിന്റെ വലിപ്പം, ആകൃതി, വണ്ണം, വെയിറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പൊതുവായിട്ടുള്ള ഒരുപാട് സ്പെസിഫിക് ഇൻഫർമേഷൻ അവന് കിട്ടി. അതിൽ നിന്ന് അവൻ ഒരു ജനറൽ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു തത്വത്തിൽ അവൻ എത്തിച്ചേരുവാണ് ചെയ്യുന്നത്.
അതാ പറയുന്നത്. അതാ ബീങ് യൂസിങ് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും എപ്പോഴും പഠിച്ചോണം. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ടു പർട്ടിക്കുലർ, ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ടു ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമാക്കുന്നത് എന്താണ്? പ്രിൻസിപ്പൾ, അതായത് ജനറൽ പ്രിൻസിപ്പളിൽ നിന്നും സ്പെസിഫിക് പ്രിൻസിപ്പളിലേക്ക് അവന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനിലൂടെ അവൻ എത്തിച്ചേരുവാണെങ്കിൽ അതിനെ പറയുന്ന ഡിഡക്റ്റീവ് എന്നാണ്. ഇൻഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്ട്സുകളിൽ നിന്നും ഒക്കെ ഞാനൊരു പൊതു തത്വത്തിൽ എത്തിച്ചേരും. അതാണ് ഇൻഡക്റ്റീവ്. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിളിൽ നിന്ന് പൊതു തത്വത്തിൽ നിന്ന് സാമാന്യ തത്വങ്ങളിലേക്ക്, പൊതുവായിട്ടുള്ള സത്യങ്ങളിൽ നിന്നും പ്രത്യേകമായ പർട്ടിക്കുലർ ആയിട്ടുള്ള തിങ്സുകളിൽ ഞാൻ എത്തിച്ചേരും. അത് ഡിഡക്റ്റീവ്. ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായാലും എന്താണ് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവ്. അപ്പൊ ഇവിടെ അവൻ എത്തിച്ചേർന്ന ലോജിക് എന്താണ്? ഇൻഡക്റ്റീവ് ആണ്, ഇൻഡക്റ്റീവ് ലോജിക് ആണ് ഇത്. ആൻഡ് ലോജിക് ഓർ റീസണിങ് ഫ്രം, അവന്റെ യുക്തി എങ്ങനെയാണ്? സ്പെസിഫിക് ഇൻഫർമേഷൻ ടു ജനറൽ പ്രിൻസിപ്പൾ എത്തിച്ചേരും. 7 to 11 years, major characteristics and development changes during the stage, begin to think logically and concrete events. Okay, and begin to understanding concept of conservation. ഇവിടെ കൺസർവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എത്തിച്ചിരുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾ എടുത്ത് പഠിച്ചോണം. കൺസർവേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് although things may change in appearance, certain properties remain in same. അപ്പൊ നമ്മളിവിടെ തിങ്സിന് ആ ഒരു വസ്തുക്കൾക്ക് മാറ്റം സംഭവിച്ചാലും അവൻ അതിന്റെ പൂർവ്വസ്ഥിതിയിൽ ആ വസ്തുവിന് തുടരാൻ കഴിയും എന്ന് അവൻ മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ ഒരു ആശയത്തെയാണ് നമ്മൾ കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ആ കൺസർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വസ്തുവിന് അതിന്റെ ആ തിങ്സുകൾ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചാലും ആ വസ്തു സർട്ടൻ പ്രോപ്പർട്ടീസ് റിമെയിൻ ഇൻ സെയിം, പഴയ അവസ്ഥയിൽ തന്നെ അവൻ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് കൺസർവേഷൻ എന്നറിയപ്പെടുന്ന ഒരു ഒരു കോൺസെപ്റ്റിനെ കുറിച്ച്. ഡ്യൂറിംഗ് ദി സ്റ്റേജ് ചിൽഡ്രൻ ക്യാൻ മെന്റലി റിവേഴ്സ് തിങ്. എക്സാമ്പിൾ, എ പിക്ചർ എ ബാൾ ഓഫ് പ്ലാസ്റ്റൈൻ റിട്ടേണിംഗ് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. അപ്പൊ ഇവിടത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വസ്തുക്കൾ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഘട്ടമാണെന്ന് പറഞ്ഞു. പ്ലാസ്റ്റൈൻ, ഇവിടെ എന്താണ് നമ്മൾ പ്ലാസ്റ്റിസിൻ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിസിൻ നമ്മൾ ഒരു ബോളാക്കി മാറ്റി, അല്ല പ്ലാസ്റ്റിസിൻ എന്ന് വെച്ചൊരു ബോളിലേക്ക് മാറ്റിയ പ്ലാസ്റ്റിസിനെ നമുക്ക് റിട്ടേൺ ടു ദി ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ കഴിയും എന്നുള്ളൊരു. ഇപ്പൊ കളിമണ്ണ്, ഫോർ എക്സാമ്പിൾ ഞാൻ കളിമണ്ണ് എടുത്തു, അല്ലെ കളിമണ്ണിൽ ഞാനൊരു ശില്പം ഞാൻ തീർത്തു വെച്ചു. ആ കളിമണ്ണ് ക്ലേ എടുത്തിട്ട് ഞാൻ അതിലൊരു ഒരു വീടൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ ക്ലേ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പോകാൻ കഴിയത്തില്ലേ? ക്ലേക്ക് കഴിയും. ഓക്കെ, ഇതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് പോകാൻ അതിന് കഴിയുന്നുവെങ്കിൽ അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഈ കൺസർവേഷൻ എന്നറിയപ്പെടുന്നത്. ആ കൺസർവേഷൻ മെന്റാലിറ്റി അവനിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഘട്ടം കൂടിയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. മനസ്സിലാകും? അതായത് ഏതൊരു വസ്തുവും അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ അതിന് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് പഠിച്ചു. അതിനുശേഷം കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലേക്ക് എത്തി നിൽക്കുവാണ് നമ്മൾ. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ആണ് കൺസർവേഷനും അതുപോലെ തന്നെ റിവേഴ്സിബിലിറ്റി. മറക്കരുത്, റിവേഴ്സിബിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് ലോജിക് റീസണിങ് ആണ് നമ്മൾ ഇവിടത്തെ ഏറ്റവും എടുത്തു പറയുന്നക്ക ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്നറിയപ്പെടുന്നത്. പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലോ കുട്ടികളെ? ഓക്കെ, ഇനി ഡ്യൂറിംഗ് ദി സ്റ്റേജ് ചിൽഡ്രൻ ആൾസോ ബിഗിൻ ടു ലെക്സ് ഈഗോസെൻട്രിക്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ലെക്സ് ഈഗോസെൻട്രിക്. അവർ അഹംബോധം കുറഞ്ഞു തുടങ്ങുന്നു, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു, മറ്റുള്ളവർ എങ്ങനെയാണ് ഒരു വസ്തുവിനെ നോക്കി കാണുന്നത്, മറ്റുള്ളവർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഭാഷയിൽ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു ഘട്ടം എന്നറിയപ്പെടുന്നത്. ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടി ഈ ഒരു ഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണ്. റിവേഴ്സിബിലിറ്റി, ഈഗോ അല്ലെങ്കിൽ ഡിക്ലൈൻ ഓഫ് ദ ഈഗോസെൻട്രിക്, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ജിൻ പിയാഷി ഈ ഒരു ഘട്ടത്തെ വിളിച്ച പേരാണ് എന്തെന്നറിയാം കുട്ടികളോ? അല്ലെങ്കിൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നാണ് വിളിച്ചത്. ഓപ്പറേഷണൽ സ്റ്റേജ്, മനോവ്യാപാര ഘട്ടം. ഓപ്പറേഷണൽ സ്റ്റേജ്, മനോവ്യാപാരം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ ഒരു സ്റ്റേജ്. പിന്നെ റിവേഴ്സിബിലിറ്റി തോന്നി തുടങ്ങുന്ന ഘട്ടം, അതായത് നമ്മൾ ഗ്രൂപ്പുകളായിട്ടും സീരിയേഷൻ ക്രമീകരണം ഒക്കെ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ തന്നെ ഉള്ള ഒരു ഘട്ടമാണ്. മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിലിറ്റി, കൺസർവേഷൻ, ഡിക്ലൈൻ ഓഫ് ദി ഈഗോസെൻട്രിസിസം. ഓക്കെ, ഇത്രയും കാര്യം വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. ലോജിക്കലി ചിന്തിക്കാൻ തുടങ്ങുന്നു. അതൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിന്റെ പ്രത്യേകത. പിന്നെ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാലും കുട്ടികളെ, അടുത്ത പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, ചൈൽഡ് ബിലീവ് ദാറ്റ് ഓൾ തിങ്സ് ഇൻ ദെയർ ആർ, അതായത് ഞാൻ ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിന്റെ ഒരു ചെറിയൊരു കാര്യം പറയാണ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ എ ചൈൽഡ് ബിലീവ് ദാറ്റ് ഓൾ തിങ്സ് ഇൻ ദെയർ ആർ കാൾഡ് വേർഡ്സ്. നമ്മൾ ഈ
എയറിലൂടെ പോകുന്ന എല്ലാ പിന്നെ തിങ്സും ബേർഡ് ആണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ടുവർഡ് ദ എൻഡ് ഓഫ് ദ സ്റ്റേജ്, ഈ സ്റ്റേജിന്റെ അവസാന ഘട്ടത്തിൽ എത്തിക്കുമ്പോഴത്തേക്കും, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിന്റെ അവസാന ഘട്ടം, ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബേർഡ് ആൻഡ് പ്ലെയിൻ. ബേർഡ് വേറെയാണ്, പ്ലെയിൻ വേറെയാണ്, അത് രണ്ട് എയറിലൂടെയാണ് പോകുന്നത്, രണ്ടാണെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ലോജിക്കൽ തിങ്കിങ്, അതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. സോ ലോജിക്കൽ തിങ്കിങ്, ഫോർ എക്സാമ്പിൾ, ദീസ് ആർ ആൾ ആപ്പിൾസ്. ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ആപ്പിൾ ആണ്, ബിക്കോസ് ദേ ആർ റെഡ് കളറിലുള്ള ഈ ഒരു പിന്നെ എന്താ ഫ്രൂട്ട് എന്ന് പറയുന്ന ആപ്പിൾ ആണ്, അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പിക്ചറിൽ അതിനെ അവന്റെ വർഗീകരിച്ച് തരംതിരിച്ച് എടുത്ത് മനസ്സിലാക്കാൻ കഴിയുന്നു. ദീസ് ആർ ആൾ ആപ്പിൾസ് ബിക്കോസ് ദേ ആർ റെഡ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയത്? ഇത് റെഡ് കളറാണ് ഇതിൽ നിന്നും, അല്ലെ? ദീസ് ആർ ആപ്പിൾസ് ബിക്കോസ് ദേ ആർ റെഡ്. അത് ചുവന്ന നിറത്തിലുള്ള വസ്തുവിന്റെ ഫ്രൂട്ടിനെ നമുക്ക് ആപ്പിൾ എന്ന് പറയും, ഇവിടെ തന്നിരിക്കുന്നത്, അല്ലെ? ദീസ് ആർ ആപ്പിൾസ് ബിക്കോസ്. അത് എന്തുകൊണ്ടാണ് നമ്മൾ ആപ്പിൾ എന്ന് തന്നെ എടുത്ത് പറയാൻ കാര്യം? അവൻ റെഡ് കളറിലാണ്. The concrete operational stage are able to begin to think logically but still learn best from direct. പക്ഷെ ഇവിടെ അവൻ പഠിക്കുന്ന കാര്യം ബെസ്റ്റ് ഫ്രം ഡയറക്റ്റ്, നേരിട്ടുള്ള അനുഭവത്തിലൂടെ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഒരു കോൺക്രീറ്റ് തിങ്ക് ചെയ്യുന്നുള്ളൂ. ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലൊക്കെ അവൻ എത്തിച്ചേരുന്നതേ ഇല്ല. വെൻ പ്രോബ്ലം സോൾവിങ് അറ്റ് ദി സ്റ്റേജ്, ചിൽഡ്രൻ റിലേ ഓൺ ബീങ് ഏബിൾ ടു സീ ഓർ എക്സ്പീരിയൻസ്. ഒരു പ്രോബ്ലത്തെ അവൻ അഭിമുഖീകരിക്കുന്നതോ സോൾവ് ചെയ്യുന്നതോ അവൻ നേരിട്ട് കാണുന്ന അവന്റെ എക്സ്പീരിയൻസിലൂടെയാണ്, അതിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ, their understanding the operation can be revised. ഏതൊരു ഓപ്പറേഷൻസിനെയും റിവൈസ് ചെയ്തെടുക്കാൻ അവന് കഴിയുന്നു. ഫോർ എക്സാമ്പിൾ, 2 + 2 = 4. 2 ചേർന്നാൽ 4 ആണ്. ബട്ട് പിന്നെ റിവേഴ്സ് ചെയ്യാൻ എങ്ങനെ കഴിയുന്നത്? ബട്ട് ദെൻ 4 - 2 = 2. എന്നാൽ 4ൽ നിന്ന് 2 കുറച്ചാലും 2 ആണ്. ഇങ്ങനെ ചിന്തിക്കാൻ അവന് കഴിയുന്നു. ദാറ്റ് ഈസ് എ റിവേഴ്സിബിലിറ്റി, അല്ലെ? 2 4 ആണ്, എന്നാൽ 4ൽ നിന്ന് 2 കുറച്ചാലും 2 തന്നെയാണ്. ദേ ആൾസോ ബിഗിൻ മോർ കോംപ്ലക്സ് ക്ലാസിഫിക്കേഷൻ. ഒരു വർഗീകരണം ഒക്കെ തുടങ്ങുന്ന ഘട്ടമാണ്. കൈൻഡ് ഓഫ് ആനിമൽസിനെ അവൻ വർഗീകരിക്കുന്നു. ദ ടൈപ്പ് ഓഫ് ഫുഡ്, വിവിധ തരത്തിലുള്ള ഫുഡുകളെ അവൻ വർഗീകരിച്ച് തരംതിരിച്ച് മനസ്സിലാക്കുന്നു. മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ഒരു മാത്തമെറ്റിക്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെ, അതായത് നമ്മൾ ഗണിതത്തിലെ പലതരത്തിലുള്ള വർഗീകരണങ്ങളോ ക്ലാസിഫിക്കേഷൻസുകളോ ഉണ്ട്. അതിന്റെ വെയിറ്റ്, ഇല്ലെങ്കിൽ അവന്റെ എണ്ണം, ആകൃതി, തൂക്കം, ഇവയൊക്കെ തന്നെ ഒരു ക്രമീകരണം, സീരിയേഷൻ, ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സീരിയേഷൻ ആയിട്ടുള്ള എബിലിറ്റീസുകൾ അവർക്ക് വന്നു തുടങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. പറഞ്ഞ മനസ്സിലായിട്ടുണ്ടല്ലോ കുട്ടികളെ? അപ്പൊ അങ്ങനെ പലതരത്തിൽ ഫുഡുകളെ ആണെങ്കിൽ അവയെല്ലാം തന്നെ അവൻ വർഗീകരിച്ച് മനസ്സിലാക്കുന്നു, അല്ലെ? അങ്ങനെയൊക്കെ തുടങ്ങുന്നു. ഗ്രൂപ്പിംഗ്, അതായത് ഒരു ഗ്രൂപ്പിംഗ് എന്നൊരു ആശയം, ക്ലാസിഫിക്കേഷൻ എന്നൊരു ആശയം ഒക്കെ തന്നെ അവൻ ഉപയോഗിച്ച് കൊടുക്കുന്നു. ജിൻ പിയാഷെ സേ ദി സ്റ്റേജ് ഈസ് ഓപ്പറേഷൻ തോട്ട്. ജിൻ പിയാഷെ വിളിച്ച പേരെന്താണ് ഈ സ്റ്റേജിന്? ഓപ്പറേഷൻ തോട്ട് എന്നാണ് വിളിച്ചത്. ഓക്കെ, ഇത്രയും കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? ഇനി വരുന്നത് ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ജിൻ പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈസ് ടു ദ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇനി അവസാനത്തെ ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം. ദി ഏജ് ഈസ് 12 ആൻഡ് ഓവർ. 12 വയസ്സും അതിന് മുകളിലുള്ള ഒരു ഘട്ടമാണ്. ദ ഫോർമൽ ഓപ്പറേഷണൽ പീരീഡ് ബിഗിൻ അറ്റ് അബൌട്ട് ദ ഏജ് 12. അതായത് ഇതിന്റെ ഈ ഒരു സ്റ്റേജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 11 വയസ്സും അതിന് തൊട്ട് മുകളിലുമാണ്. As the adolescent enter the stage, they gain the ability to think in an abstract manner. അമൂർത്തമായിട്ട് ചിന്തിക്കുന്നത്. Is not a concrete term, is not a concrete terms, is not a concrete manner. ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളവർ ചിന്തിക്കുന്നത് അമൂർത്തമായിട്ടാണ് ചിന്തിക്കുന്നത്. ദ എബിലിറ്റി ടു കമ്പൈൻ ആൻഡ് ക്ലാസിഫൈ. ഒരു പ്രോബ്ലം എന്റിലേക്ക് കിട്ടുവാണ്, ആ പ്രോബ്ലത്തെ കുറിച്ച് ഞാൻ അതിന്റെ സോൾവ് ചെയ്യുന്നത് വിവിധ തരത്തിലാണ്, അല്ലെ? വിവിധ തരത്തില് വർഗീകരിച്ചുകൊണ്ട് എന്നിലേക്ക് കിട്ടുന്ന പ്രോബ്ലത്തിന്റെ ഉത്തരം ഞാൻ കണ്ടെത്തുന്നു. ടേമിന്റെ മോർ സോഫിസ്റ്റിക്കേറ്റഡ് വേ ആൻഡ് ദ കപ്പാസിറ്റി ഫോർ ഹയർ ഓർഡർ റീസണിങ്. ഇവിടെ റീസണിങ് ഉണ്ട്, ഇസ് നോട്ട് എ ലോജിക്കൽ റീസണിങ്, ഈസ് എ ഹയർ ഓർഡർ റീസണിങ്. ഉയർന്ന ചിന്താഗതികളുണ്ട് കുട്ടികൾക്ക്. അവർക്ക് കിട്ടുന്ന ഒരു എന്താ പറയുന്ന ഒരു പ്രോബ്ലം ആണെങ്കിലും അതിനെ എന്ത് ചെയ്യുന്നു? വർഗീകരിക്കാനുള്ള ശേഷി അവർ ഹയർ ഓർഡറിൽ പിന്നെ യുക്തിയോടുകൂടി വർഗീകരിക്കുന്നു. അങ്ങനെ ഒരു വർഗീകരിക്കാനുള്ള ചിന്താഗതി അവരിലേക്ക് ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിന്റെ പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടം എന്ന് വെച്ചാൽ അവർ ഏകദേശം ഏതിലേക്ക് കടന്നു കഴിഞ്ഞു? ഒരു അഡോളസെൻസിലേക്ക് കടന്നു കഴിഞ്ഞു. അതായത് പൂർത്തിയാകുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ കൗമാര കാലഘട്ടം ഒക്കെ കഴിഞ്ഞു ഒരു അഡോളസെൻസ് ഏജിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരു അല്ലെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അപ്പോൾ ഇവിടെ അവർ ഒരു പ്രോബ്ലം അവരിലേക്ക് എത്തിച്ചേരുവാണെങ്കിൽ വിവിധ വഴികളിലൂടെ ആലോചിച്ച് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരുന്നു. ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ പിഎച്ച് സ്റ്റേജ് ഇൻവോൾവ് ആൻഡ് ഇൻക്രീസിംഗ് ലോജിക്. ഇവിടെ ലോജിക്കലിന്റെ ഹൈ ഓർഡർ റീസണിങ് ആൻഡ് ലോജിക്ക് തുടങ്ങുന്ന എബിലിറ്റി ടു യൂസ് ഡിഡക്റ്റീവ്. ഇവിടെ നേരത്തെ പറഞ്ഞ ഇൻഡക്റ്റീവ് ലോജിക്കൽ റീസണിങ് അല്ല, പിന്നെ ഡിഡക്റ്റീവ് ലോജിക്കൽ റീസണിങ് ആൾസോ സ്റ്റാർട്ടഡ്.
റീസണിങ് ആൻഡ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയസ്. ഇവിടെ അവിടെ യുക്തിപൂർവ്വം ചിന്തിക്കുന്ന എങ്ങനെയാണ്? അമൂർത്തമായ ആശയങ്ങളിലൂടെ യുക്തിപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങുന്നു അല്ലെ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തി ചിന്തിക്കുന്നത് തന്റെ പദാർത്ഥങ്ങളുടെയോ പദാർത്ഥ അധിഷ്ഠിതമായ അനുഭവങ്ങളുടെയോ സഹായം, ഇവിടെ ഒരു അങ്ങനെയുള്ള സഹായമൊന്നും അവർ ആവശ്യമേ ഇല്ല. ഒരു ചിന്തിക്കുന്നതിന് എന്തെങ്കിലും വസ്തുക്കളുടെയോ അനുഭവങ്ങളോ ഒന്നും തന്നെ അവർക്ക് വേണ്ട. പിന്നെ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? പിന്നെ അവരെന്താ കാരണം അവർ വളരെ ഗുണാത്മകപരമായിട്ട് ചിന്തിക്കുക. അബ്സ്ട്രാക്ട് ഐഡിയസ് എന്ന് വെച്ചാൽ വളരെ ഗുണാത്മകപരമായിട്ട് ചിന്തിക്കുക. ഒരു പ്രത്യേക അനുഭവമോ വസ്തുവിന്റെ സഹായമൊന്നും തന്നെ അവർക്ക് ആവശ്യമില്ല. കാര്യം ഒരു ഹൈപ്പോത്തറ്റിക്കൽ എന്തൊരു വസ്തു ഒരു അനുമാനത്തിൽ അവന് എത്തിച്ചേരാൻ കഴിയുന്ന ഘട്ടം. റീസണിങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയസ് അറ്റ് ദിസ് പോയിന്റ് അഡോളസെൻസ് ആൻഡ് യങ് അഡൽട്ട്. അങ്ങനെ ഒരു ഘട്ടമാണ് കൗമാര കാലഘട്ടവും യങ് അഡൽട്ടിന്റെയും കാലഘട്ടം. ബിക്കോസ് ബിക്കെയിം capable of seeing multiple potential solution to problem and think more scientifically about the world. അവർക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അവർ വളരെ ശാസ്ത്രീയപരമായ കാഴ്ചപ്പാടോടുകൂടി അമൂർത്തപരമായിട്ടുള്ള ചിന്താഗതിയോടുകൂടി ഒരു പ്രോബ്ലം തന്നിലേക്ക് എത്തുവാണെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനിലൂടെ അവർ എത്തിച്ചേരുന്നു. അവരെ സഹായിക്കും. അവർ ചിന്തിക്കുന്നതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ആശയമോ ഒരു എന്താ പറയുന്ന പദാർത്ഥമോ ഒന്നും അവർക്ക് വേണ്ട. ഇല്ലാതെ തന്നെ ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നു. ഇതുവരെ നമുക്ക് അതൊക്കെ വേണമായിരുന്നു. പക്ഷെ ഇനി നമുക്കതൊന്നും വേണ്ട. അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കോൺക്രീറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ മാത്രമേ നമ്മൾ ലോജിക് ചെയ്തു. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യം വേണ്ട. 12 ആൻഡ് ബോത്ത് അപ്പ്, നിങ്ങൾ 12 വയസ്സും അതിന് മുകളിലുള്ള ഘട്ടം. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്മെന്റ് ചേഞ്ചസ് ഡ്യൂറിംഗ് ദ ടൈം. ബിഗൻ ടു തിങ്ക് അബ്സ്ട്രാക്ട്ലി ആൻഡ് റീസൺ അബൌട്ട് ഹൈപ്പോത്തറ്റിക്കൽ പ്രോബ്ലംസ്. ഹൈപ്പോത്തറ്റിക്കൽ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അനുകൽപ്പങ്ങൾ രൂപീകരിക്കുന്ന ഒരു ഘട്ടമാണ്. തന്നിലേക്ക് എത്തുന്ന ആശയത്തെ അത് എന്ത് ചെയ്യുന്നു? അവൻ റീസണിങ്ങോട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? അനുകൽപ്പങ്ങൾ രൂപീകരിക്കുന്ന ഘട്ടമാണ്. അതായത് യുക്തിചിന്തനത്തിൽ വ്യാപരിക്കാനാകും. പക്ഷെ യുക്തിചിന്തനം വെറുമൊരു ലോജിക്കൽ തിങ്കിങ് അല്ല, റീസണൽ ലോജിക്കൽ ആൻഡ് ഹയർ ഓർഡർ റീസണിങ്. യുക്തിചിന്തനം ഹയർ ഓർഡർ റീസണിങ് ആണ്. ആൻഡ് ആൾസോ ഒരു ഹൈപ്പോത്തറ്റിക്കൽ പ്രോബ്ലംസിനെ അവന് സോൾവ് ചെയ്യാൻ കഴിയുന്നു, ഒരു അനുകൽപ്പങ്ങൾ രൂപീകരിക്കാൻ കഴിയുന്നു. ബിഗൻ ടു തിങ്ക് മോർ എബൌട്ട് മോറൽ. അവൻ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു? ധാർമ്മികപരമായും സൈദ്ധാന്തികപരമായും അല്ലെങ്കിൽ എന്താ പറയുന്ന തത്വചിന്താപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള ഏതൊരു പ്രശ്നങ്ങളും അവനിലേക്ക് എത്തിച്ചേർന്നാലും അതിനെ വളരെ എന്താ പറയുന്ന ഒരു അനുകൽപ്പങ്ങൾ രൂപീകരിക്കാനും ഒക്കെ തന്നെ അവന് കഴിയുന്നു. തിയററ്റിക്കൽ ആൻഡ് അബ്സ്ട്രാക്ട് റീസണിങ്. തിയററ്റിക്കൽ സൈദ്ധാന്തികപരമായിട്ടും അമൂർത്തപരമായിട്ടുള്ള ചിന്താഗതികൾ അവനിൽ തോന്നി തുടങ്ങും. അങ്ങനെ ഒരു ഘട്ടമാണ് എന്തെന്നറിയപ്പെടുന്നത് കുട്ടികളെ? ഈ പറയുന്ന ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു വികസനത്തിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിൽ എത്തിച്ചേർന്നു, അല്ല എന്ന് വെച്ചാൽ അഡോളസൻ സ്റ്റേജിൽ എത്തിച്ചേർന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ധാർമ്മികവും അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫിലോസഫിക്കലും എത്തിക്കലും സാമൂഹികവും രാഷ്ട്രീയപരമായിട്ടുള്ള പല വിഷയങ്ങളെ കുറിച്ചും തന്നിൽ ഏതൊരു വിഷയം വന്നാലും ഞാനും ഈ സൊസൈറ്റിയുടെ ഒരു മെമ്പറാണ്, യൂണിക് ഒരു പേഴ്സണാലിറ്റി ആണ് അവൻ ചിന്തിച്ചു തുടങ്ങും. അതുകൊണ്ടാണല്ലോ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ വേ ഓഫ് തിങ്കിങ്ങിൽ അവൻ എത്തിച്ചേരുന്നത്. ബിഗൻ ടു യൂസ് ഡിഡക്റ്റീവ് ലോജിക്. ഇവിടെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇൻഡക്റ്റീവ് ലോജിക്കൽ അല്ല ചിന്തിക്കുന്നത്, ഡിഡക്റ്റീവ് ലോജിക് എന്നാണ്. ഡിഡക്റ്റീവ് ലോജിക് ഓർ റീസണിങ് ഫ്രം. ഇവിടെ റീസൺ അവൻ ചിന്ത എങ്ങനെയാണ്? അതായത് ജനറൽ ആയിട്ടുള്ള പ്രിൻസിപ്പളിൽ നിന്നും സ്പെസിഫിക് ഇൻഫർമേഷനിലൂടെ അവൻ എത്തിച്ചേരുന്നു. ഇതിനെയാണ് ഡിഡക്റ്റീവ് ലോജിക്കൽ റീസണിങ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് പൊതുവായ തത്വത്തിൽ നിന്നും പൊതുവായിട്ടുള്ള എന്ന് പറയുന്ന എന്താ ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളിൽ നിന്നും ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള വ്യത്യസ്തപരമായിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് ഞാൻ കടക്കും. പൊതു നിഗമനത്തിൽ ഞാൻ എത്തിച്ചേരും, അതിനെനിക്ക് കഴിവുണ്ട്. അതിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് ഞാൻ പോകാൻ തുടങ്ങുന്നു. ഇവിടെ ഡയറക്റ്റ് എക്സ്പീരിയൻസിന്റെയോ ഇല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെയോ ഇല്ലെങ്കിൽ ആശയങ്ങളും കോൺസെപ്റ്റും ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ഹയർ ഓർഡറിലായിട്ട് റീസണിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയുള്ളൊരു അതിനാണ് നമ്മൾ മലയാളത്തിൽ ഗുണാത്മകമായ ചിന്തകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നല്ലോ കുട്ടികളെ? അപ്പോ ഇതാണ് അതായത് നമ്മളൊരു വസ്തുക്കളെയോ ക്രമാതീതമായി നമുക്ക് വർഗീകരിക്കാൻ കഴിയും. അതായത് മനോവ്യാപാരം നടത്താൻ കഴിയും. വെറുമൊരു മനോവ്യാപാരം, വെറുമൊരു മെന്റൽ ഓപ്പറേഷൻ അല്ല. പിന്നെ എങ്ങനെ അബ്സ്ട്രാക്ട് മെന്റൽ ഓപ്പറേഷൻസ് അല്ലെ, മനോവ്യാപാരം നടത്താൻ അത് കഴിയും. ആ കഴിയുന്ന കാര്യങ്ങളെ കൊണ്ട് ഗുണാത്മകമായിട്ടും ലോജിക്കൽ റീസണിങ്ങോടുകൂടി ഹൈ ഓർഡറിൽ ചിന്തിക്കാനും അങ്ങനെ ഒരു നിഗമനത്തിലൊക്കെ തന്നെ എത്തിച്ചേരുന്നതിനും അതാ പറയുന്നത്. അതായത് അവൻ ഏതൊരു പ്രോബ്ലം അവനിലേക്ക് വന്നാലും ജനറൽ പ്രിൻസിപ്പിൾ അവനുണ്ട്. ജനറലിൽ നിന്നും സ്പെസിഫിക് ഇൻഫർമേഷനിൽ എത്താൻ കഴിയും. നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു.
ഇനി നമ്മൾ ഈ ഓരോ സ്റ്റേജിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് നിങ്ങൾ എടുത്ത് പഠിച്ചേണ്ടത് ആവശ്യമുണ്ട്. ഇനി നമ്മൾ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വേണ്ട ആവശ്യമുണ്ട്. പ്രീവിയസ്ലി വന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഇത്രയുമാണ് കുട്ടികളെ. ജിൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇതിൽ സെൻസറി മോട്ടോർ സ്റ്റേജിൽ നമ്മൾ വളരെ ഒബ്ജക്റ്റീവ് പെർമനൻസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടിയിട്ടുള്ളത്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണെങ്കിൽ ഈഗോ സെൻട്രിസിസം എന്നറിയപ്പെടുന്ന കോൺസെപ്റ്റ്, പിന്നെ കൺസർവേഷൻ എന്നറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റിൽ അവർ എത്തിച്ചേരുന്നു. ഈഗോ സെൻട്രിസിസത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഘട്ടമാണ്. ഇനി കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എത്തും. പിന്നെ ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ ഇല്ലാത്തൊരു കാര്യമുണ്ട് കുട്ടികളെ. എന്താ? പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ റിവേഴ്സിബിലിറ്റി ഇല്ല, ഈഗോ സെൻട്രിസിസം ഉണ്ട്. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ എത്തിച്ചേരുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളത് റിവേഴ്സിബിലിറ്റി തുടങ്ങുന്ന ഒരു ഘട്ടമാണ്, അല്ലെ? റിവേഴ്സിബിലിറ്റി തുടങ്ങുന്ന ഒരു ഘട്ടമാണ് ഏതെന്നറിയപ്പെടുന്നത് നമ്മുടെ കോൺക്രീറ്റ് ഓപ്പറേഷൻ. പിന്നെ ലോജിക്കലി സീരിയേഷൻ വരുന്നു, ക്ലാസിഫിക്കേഷൻ വരുന്നു, അങ്ങനെയൊക്കെ. അതായത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് നമുക്ക് ചിന്തിക്കാത്ത പല കാര്യങ്ങളും ലോജിക്കലി, പക്ഷെ ഡയറക്റ്റ് എക്സ്പീരിയൻസിന്റെ സഹായത്താലാണ്. ഇതാണ് നമ്മൾ അവിടെ പറഞ്ഞത്. മനസ്സിലാവുന്നല്ലോ. ഇതൊക്കെയാണ് നമ്മൾ എടുത്തു പറഞ്ഞ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഇനി ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് പറയുമ്പോൾ അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്നു. ഇവിടെ വരുന്ന ഡിഡക്റ്റീവ് തിങ്കിങ് ആണ്. ഡിഡക്റ്റീവ് തിങ്കിങ് എവിടെയാണ് വരുന്നത്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ. അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റീവ് തിങ്കിങ് എവിടെയാണ് വരുന്നത്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഇൻഡക്റ്റീവ് തിങ്കിങ്. ഡിഡക്റ്റീവ് തിങ്കിങ് വരുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഇവിടെ ഹൈ ഓർഡർ റീസണിങ്, ലോജിക് പവർ വരുന്നത്, ലോജിക്കൽ തിങ്കിങ് വരുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാം. ദോ ദ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ ചിൽഡ്രൻ ഡെവലപ്പ് ഇൻക്രീസിംഗ്ലി മോർ അഡ്വാൻസ്ഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ് സ്കീമാസ് ഓവർ ടൈം. അതായത് കുട്ടികൾ അക്കോമഡേഷനിലൂടെയും അസിമിലേഷനിലൂടെയും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് അസിമിലേഷനിലൂടെയും അക്കോമഡേഷനിലൂടെയും കാലക്രമേണ കൂടുതൽ വികസിതമായ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്കീമുകൾ അവർ നേടിയെടുക്കുന്നു, അല്ലെ? ഇന്റഗ്രേറ്റഡ് സ്കീമ എന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ സ്കീമ? ഇത് മെന്റൽ, കുട്ടിയുടെ മാനസിക ബിംബം, മെന്റൽ ബ്ലോക്ക് ആണ്, മെന്റൽ സ്ട്രക്ചർ ഓഫ് എ ഹ്യൂമൻ ഓർഗാനിസം. ഏതൊരു ഓർഗാനിസത്തിന്റെയും മെന്റൽ സ്ട്രക്ചർ, മാനസിക ബിംബം, മാനസിക നില, അല്ലെങ്കിൽ അതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഈ സ്കീമകൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ നമ്മൾ മെന്റൽ ഓപ്പറേഷൻ, വളരെ വികസിതമായ മെന്റൽ സ്കീമകളിലേക്ക് നമ്മൾ ചേരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? വാട്ട് ആർ ദീസ്? ജെറമസ് ബ്രൂണർ, ജിൻ പിയാഷെ, സ്കിന്നർ ആൻഡ് വൈഗോട്സ്കി. ഹിയർ ദ കറക്റ്റ് ആൻസർ ദാറ്റ് ഈസ് എന്താണ്? ജിൻ പിയാഷെ. Okay. Then question: the 4 distinct stages of children intellectual development are ഐഡന്റിഫൈഡ് ബൈ. കുട്ടികൾക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിലേക്ക് എത്തിച്ചേരുന്നത് 4 ഡിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റേജസുകളിലൂടെ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ദാറ്റ് ഈസ് ബൈ എറിക്സൺ, സ്കിന്നർ, ജിൻ പിയാഷെ, കോൾബർഗ്. നിങ്ങൾക്ക് തന്നെ അറിയാം. യു ആർ ദ കറക്റ്റ് ആൻസർ ജിൻ പിയാഷെ. മനസ്സിലായല്ലോ? അക്കോർഡിംഗ് ടു ജിൻ പിയാഷെ, ഡാഷ് ഈസ് ദ കോൺസെപ്റ്റ് ഓർ ഫ്രെയിംവർക്ക് ദാറ്റ് ഓർഗനൈസ് ആൻഡ് ഇന്റർപ്രറ്റ് ഇൻഫർമേഷൻ. നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ആ കിട്ടിയ ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്യുന്നതിനും ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നതിനും സഹായിക്കുന്ന കോൺസെപ്റ്റ് ഏതാണ്? മെമ്മറി ആണോ? ഓർഗനൈസർ, സ്കീമ ആൻഡ് ഇമേജ്. വിച്ച് ഈസ് ദാറ്റ് കോൺസെപ്റ്റ്? ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് സ്കീമ. സ്കീമകളുടെ സഹായത്താലാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു, ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് സ്കീമ. Okay, the process of taking a new information and according to what the child already, ഇത് കുട്ടിക്ക് അറിയാവുന്ന തന്റെ അനുഭവത്തിലേക്ക് പുതിയ ഇൻഫർമേഷൻ വന്നു ചേരുന്ന പ്രോസസ്സിങ്ങിനെ വിളിക്കുന്ന പേരെന്താണ്? അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പ്രീവിയസ് ക്ലാസ് നമ്മളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജിൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പാസിംഗ് ത്രൂ ദ ഡിഫറെന്റ് പ്രോസസ്. ദാറ്റ് പ്രോസസ് ആർ അസിമിലേഷൻ, ഓക്കെ, ദെൻ അക്കോമഡേഷൻ, അക്കോമഡേഷൻ എന്നിങ്ങനെ പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ കാണുന്നത്. മെയിൻലി നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഡിസിക്വിൽബറേഷൻ പീരീഡിൽ എത്തുന്നു. അല്ല, ഡിസിക്വിൽബറേഷൻ പീരീഡിൽ നിന്ന് ഇക്വിൽബറേഷൻ പീരീഡിൽ ഒരു കുട്ടി എത്തിച്ചേരണമെങ്കിൽ അവൻ ഏതെല്ലാം പ്രോസസ്സിലൂടെ കടന്നു പോകാം. അതാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് വേണം? നമുക്ക് എപ്പോഴും ഒരു വ്യക്തിക്ക് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസുകൾ, മെന്റൽ ഓപ്പറേഷൻസുകൾ, മാനസിക ബിംബങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ട്. ദാറ്റ് ഈസ് സ്കീമുകൾ എന്നാണ് അദ്ദേഹം കൊടുത്ത വേർഡ്. ദെൻ വരുവാണെങ്കിൽ അസിമിലേഷൻ, ദെൻ അക്കോമഡേഷൻ. പക്ഷെ
അസിമിലേഷനിൽ നിന്നും ഒരു കുട്ടിക്ക് അക്കോമഡേഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്ത് വേണം? ദാറ്റ് ഈസ് റിവേഴ്സിബിലിറ്റി വേണം. റിവേഴ്സിബിലിറ്റിയിലൂടെ മാത്രമേ അസിമിലേഷനിൽ നിന്നും അക്കോമഡേഷനിൽ എത്തി അങ്ങനെ അവൻ ഇക്വിലിബറേഷൻ സ്റ്റേജിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ന്യൂ ഇൻഫർമേഷൻ, പുതിയ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ന്യൂ സ്കീമാസുകൾ, അൺനോൺ ആയിട്ടുള്ള സ്കീമുകളെ നമ്മുടെ നോൺ ആയിട്ടുള്ള സ്കീമുകളിലേക്ക് കൂട്ടിച്ചേർക്കണം. അവിടെ എന്ത് വേണം? റിവേഴ്സിബിലിറ്റി വേണം. നമ്മൾ പഠിച്ചു. അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ആ പ്രക്രിയ വിളിക്കുന്ന പേര് എന്താണ്? ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ആഡിങ് ടു വാട്ട് ദ ചൈൽഡ് ഓൾറെഡി നോയ്സ്. അവൻ അറിയാവുന്ന ഭാഗത്തേക്ക് എത്തിച്ചേർക്കുകയാണെങ്കിൽ അതിനെ എന്ത് അക്കോമഡേഷൻ എന്നാണോ അസിമിലേഷൻ എന്നാണോ വിളിക്കുന്നത് കുട്ടികളെ? ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് അസിമിലേഷൻ. നമ്മൾ ഇവിടത്തെ ആൻസർ നമുക്ക് എന്താ കൊടുക്കേണ്ടിയിട്ടുള്ളത്? അസിമിലേഷൻ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയുമാണ്. എന്താ പറയുന്നത്? ത്രോ ദ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ പറഞ്ഞില്ല ക്വസ്റ്റ്യൻ ഇതാണ് കുട്ടികളെ. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് എ ന്യൂ ഇൻഫർമേഷൻ ആഡിങ് ടു വാട്ട് ദ ചൈൽഡ് ഓൾറെഡി നോ. കുട്ടികൾക്ക് അറിയാവുന്ന ആ സ്കീമയിലേക്ക് പുതിയ അറിവിനെ നമ്മൾ സ്വാംശീകരിക്കുന്ന ഘട്ടത്തെ വിളിക്കുന്ന പേര് അസിമിലേഷൻ. അസിമിലേഷൻ ഇസ് ദ കോഗ്നിറ്റീവ് പ്രോസസ് ദാറ്റ് ഇമേജസ് how we take in new information and incorporate that new information into for exciting knowledge. The concept was developed by Jean Piaget, who is best known for the theory of cognitive development in children. Okay, here are the correct answer. ഇവിടുത്തെ correct ആയിട്ടുള്ള ആൻസർ ഏതാണ് കുട്ടി? അസിമിലേഷൻ. മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. Okay, then which of the following stages are involved when infant think with their eyes, ear and hands? Eye hand coordination, motor coordination. കുട്ടികൾ തന്റെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് തന്റെ ഐ ഹാൻഡ് കോർഡിനേഷൻ, തന്റെ സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെ, സെൻസറിലൂടെയാണ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്, ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ദ കറക്റ്റ് ആൻസർ ഈസ് സെൻസറി മോട്ടോർ. ഐദ്രിക ചാലക ഘട്ടത്തിലാണ് കുട്ടികൾ തങ്ങളുടെ സെൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ എൻവയോൺമെന്റിനെ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദ കറക്റ്റ് ആൻസർ സെൻസറി മോട്ടോർ സ്റ്റേജ്. Piaget theory proposes ചെയ്തിട്ടുള്ളത് Piaget theory proposes that cognitive development universally follow the pattern of 4 stages. An important development that takes place during the stage is objective permanence. Name the stage. ഇവിടെ വേറൊന്നും പറഞ്ഞിട്ടില്ല. വസ്തുസ്ഥിരതയിൽ എത്തുന്ന ഘട്ടം, അതായത് ജിൻ പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസുകൾ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, ഒരു പാറ്റേൺ ആണ് 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് സ്റ്റേജിലാണ് അവന് ഒബ്ജക്റ്റ് പെർമനൻസ്, വസ്തുസ്ഥിരത നേടിയെടുക്കുന്ന ഒരു ഘട്ടം? പ്രീ കോഗ്നിറ്റീവ് സ്റ്റേജ്, സെൻസറി സ്റ്റേജ്, പ്രൈമറി സ്റ്റേജ്, കോഗ്നിഷൻ. ദ കറക്റ്റ് ആൻസർ ദാറ്റ് ഈസ് സെൻസറി സ്റ്റേജ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം കുട്ടികളെ. At night, Gopi was waking up some strange sound from outside the house. Though he couldn't make out what exactly the sound was, he assumed it must be the wind blowing on trees, and he went to sleep peacefully. The cognitive process according to his assumption is, ഇവിടെ ഞാൻ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഇവിടെ ഗോപി ഇങ്ങനെ നല്ല ഉറക്കമാണ്. അങ്ങനെ ഉറക്കത്തിൽ കിടന്ന ഗോപി വളരെ പെട്ടെന്ന് തന്നെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ശബ്ദം, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വോയിസ് തന്റെ വീടിന്റെ പുറത്ത് നിന്ന് കേൾക്കുന്നു. ദോ ഹി കുഡിന്റ് മേക്ക് ഔട്ട് വാട്ട് എക്സാക്ട്ലി, പക്ഷെ അവന് കൃത്യമായിട്ട് അവന് കണ്ടില്ല എന്താണ് ആക്ച്വലി അവിടെ കറക്റ്റ് ആയിട്ടുള്ള സൗണ്ട് എന്താണെന്ന് അവൻ അറിയത്തില്ല. പക്ഷെ അവൻ അസ്യൂം ചെയ്തു, അവൻ ഇങ്ങനെ എന്ത് ചെയ്തു, അവനിങ്ങനെ അനുമാനിച്ചു, മേ ബി ഇത് എന്തായിരിക്കാം, ഇങ്ങനെ എന്താ പറയുന്ന കാറ്റടിക്കുന്ന സമയത്ത്, കാറ്റ് വീശുന്ന സമയത്ത് മരച്ചില്ലയിൽ വീശുന്ന കാറ്റായിരിക്കും. കാറ്റിങ്ങനെ നല്ല ശക്തമായിട്ട് അടിക്കുമ്പോൾ മരച്ചില്ലയിൽ നിന്നൊരു സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അതായിരിക്കാം മരച്ചില്ല തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന ആ സൗണ്ട് ആയിരിക്കാം ആ സ്ട്രെയിഞ്ച് വോയിസ് എന്ന് അവൻ അനുമാനിച്ചു. പക്ഷെ ഇത് സത്യമാണെന്നുണ്ടോ? ഇത് ശരിയായിട്ടുള്ള ഒരു നിഗമനമാണോ? നെവർ, അല്ല. ആൻഡ് വെന്റ് ടു സ്ലീപ് പീസ്ഫുള്ളി. അവൻ ഇത് സൗണ്ട് കേട്ടിട്ട് അങ്ങനെ എന്തോ സൗണ്ട് ആവാ കേട്ടെന്ന് പറഞ്ഞ് അവൻ പിന്നെ ഉറങ്ങാണ് ചെയ്യുന്നത്. ഇവിടെ ഇവൻ ഏതൊരു അനുമാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജിൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോസസ്സിംഗിൽ ഏതൊരു വൈജ്ഞാനിക അനുമാനത്തിലാണ് അവൻ എത്തിച്ചേർന്നിട്ടുള്ളത്? ദ കോഗ്നിറ്റീവ് പ്രോസസ് അക്കോർഡിംഗ് ദിസ് അസംഷൻ, അവനൊരു അനുമാനം എത്തിച്ചേർന്നത് ഏതാണ്? ദാറ്റ് ഈസ്, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അക്കോമഡേഷൻ, ഇൻഡക്റ്റീവ് റീസണിങ്, അസിമിലേഷൻ, ഡിഡക്റ്റീവ് റീസണിങ്. എന്താണ് കുട്ടികളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ?
ഹിയർ ദ ആൻസർ ഈസ് അസിമിലേഷൻ. അസിമിലേഷൻ എന്നറിയപ്പെടുന്ന ഒരു ഭാഗത്താണ് അവൻ എത്തിച്ചേർന്നത്. അപ്പൊ ഞാൻ നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, ജിൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നിരവധി പ്രോസസ്സിങ്ങുകളുണ്ട്, വിവിധമായിട്ടുള്ള പ്രക്രിയ. ഈ ഓരോ പ്രക്രിയയിലൂടെയുമാണ് ഒരു വ്യക്തി എന്താ പറയുന്നത്, തന്റെ പുതിയ അനുഭവം, തന്റെ നോൺ ആയിട്ടുള്ള സ്കീമയിലേക്ക് അറിയാവുന്ന അവന്റെ അനുഭവത്തിലേക്ക് മെന്റൽ ഓപ്പറേഷനിലായിട്ട് അൺനോൺ ആയിട്ടുള്ള സ്കീമുകളെ കൊണ്ടെത്തിച്ചുകൊണ്ട് ഒരു കുട്ടി പഠിക്കുകയാണ് ചെയ്യുന്നത്. കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസുകൾ കൂടി നമ്മൾ പഠിക്കണം. ക്ലാസ് റൂമിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടി ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവൻ എങ്ങനെ കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു, അവന്റെ ഇനാറ്റ് എബിലിറ്റീസിലൂടെയും എൻവയോൺമെന്റിലുള്ള ഈവൻസിലൂടെയും അവൻ എത്തിച്ചേരുന്നു. അപ്പോൾ അവന് കുറച്ച്, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് സ്കീമുകൾ. പക്ഷെ ഇപ്പൊ ഇവിടെ തന്നെ ഇവൻ അനുമാനിക്കുകയാണ് അത് കാറ്റടിച്ചപ്പോൾ ഉള്ള സൗണ്ട് ആയിരിക്കാം. പക്ഷെ അത് ആ അനുമാനം ശരിയാണോ? ഇല്ല. ശരിയായിട്ട് എത്തിച്ചേരണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അക്കോമഡേഷൻ ചെയ്യണം, അല്ലെ? അക്കോമഡേഷൻ റിവേഴ്സിബിലിറ്റിയിലൂടെ, അസിമിലേഷനിലൂടെ അവൻ എന്ത് ചെയ്യണം? അക്കോമഡേഷൻ ചെയ്തെടുക്കുമ്പോൾ അവന് നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അസിമിലേഷൻ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്രോസസ്സിംഗ്, നിരവധി പ്രോസസ്സിംഗ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം ഡിസിക്വൽബറേഷൻ എന്ന് വെച്ചാൽ ഇക്വൽബറേഷൻ സ്റ്റേജിൽ എത്തിച്ചേരുമ്പോൾ എന്റെ മനസ്സ് ഡിസിക്വൽബറേഷനിൽ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് ഇക്വൽബറേഷനിൽ എത്തിച്ചേരണമെങ്കിൽ എനിക്ക് സ്കീമുകൾ വേണം. സ്കീമുകൾ മീൻസ് മെന്റൽ ഓപ്പറേഷൻ, എന്റെ മെന്റൽ സ്ട്രക്ചർ ഓഫ് ഒരു മാനസിക ബിംബം. പിന്നെ വരുന്ന അസിമിലേഷൻ ആണ്. പിന്നെ ആയിരുന്നു കഴിഞ്ഞിട്ട് എന്താ? അക്കോമഡേഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? അസിമിലേഷനിലാണ് റിവേഴ്സിബിലിറ്റി, അക്കോമഡേഷൻ, ഇക്വൽബറേഷൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ് കുട്ടികളെ? അസിമിലേഷൻ ആണ്. അസിമിലേഷൻ. ഇതുപോലെ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചാലും നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പൊ ഇവിടത്തെ അസിമിലേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈഗോ സെൻട്രിസിസം. ആ ഒരു പോയിന്റുകളും നമുക്ക് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻസുകളാണ് ഈഗോ സെൻട്രിസിസം എന്നറിയപ്പെടുന്ന ഒരു പോയിന്റ്. പിന്നെ കൺസർവേഷൻ വരും, അല്ലെ? കൺസർവേഷൻ, പിന്നെ അതുപോലെ തന്നെ ഈഗോ സെൻട്രിസിസം. അപ്പൊ നമ്മൾ ഓരോ ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം കൂടി ചോദിക്കും. അക്കോർഡിംഗ് ടു ജിൻ പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ദ സെൻസറി മോട്ടോർ സ്റ്റേജ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇമിറ്റേഷൻ, മെമ്മറി, മെന്റൽ പെർസെപ്ഷൻ. മനസ്സിലായല്ലോ? സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഇമിറ്റേഷനും മെമ്മറിയും മെന്റൽ റെപ്രസെന്റേഷൻ ഒക്കെ വരുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ്. ഇതും പ്രീവിയസ്ലി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാവുന്നല്ലോ കുട്ടികളെ? അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ജിൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജസുകൾ നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഓരോ സ്റ്റേജസുകളും പിന്നെ പ്രീവിയസ്ലി വന്ന ക്വസ്റ്റ്യൻസുകളുമാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു ജിൻ പിയാഷെ, ദ ചൈൽഡ് അക്വയർ ദ സ്കിൽ ഓഫ് യൂസിങ് സിമ്പിൾ ആൻഡ് ലാംഗ്വേജ് അറ്റ് വിച്ച് സ്റ്റേജ്? സിമ്പിളും ലാംഗ്വേജുകളും ഉപയോഗിക്കുന്ന ഘട്ടം ഏതാണ് കുട്ടികളെ? വളരെ സിമ്പിൾ ആണ്. സിമ്പിൾസുകളും ലാംഗ്വേജസുകളും ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കളെ പ്രതിനിധീകരിക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? സിമ്പിളുകളും ലാംഗ്വേജുകളും ഉപയോഗിക്കുന്ന പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ, ദെൻ ഡ്യൂറിംഗ് വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ദ ചൈൽഡ് ഈസ് ഏബിൾ ടു ഓവർകം ഹിസ് ഈഗോസെൻട്രിക് എന്നറിയപ്പെടുന്ന അഹംഭാവത്തിലൂടെ മാറിയെടുക്കുന്ന ഘട്ടം ഏതാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, സെൻസറി മോട്ടോർ സ്റ്റേജ്. ഏതാ കുട്ടികളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഇവിടെ ഈഗോ സെൻട്രിസിസം മാറിയെടുക്കുന്ന ഒരു ഘട്ടം വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് വരെ ഈഗോ സെൻട്രിസിസത്തിന്റെ അവസാന ഘട്ടത്തിൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ ഈ അകംഭാവം മാറി വരുന്നു, അവന് റിവേഴ്സിബിലിറ്റി വരുന്നു. സോ ദ കറക്റ്റ് ആൻസർ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അക്കോർഡിംഗ് ടു ജിൻ പിയാഷെയുടെ അവസാനത്തെ ഘട്ടം ഏതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ? സെൻസറി മോട്ടോർ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, പോസ്റ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ദ ആൻസർ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ, അക്കോർഡിംഗ് ടു ജിൻ പിയാഷെ, ദ ഏജ് ഓഫ് 11 and above is the stage of sensory motor stage, formal operational stage, concrete operation stage, pre-operation stage. Correct answer formal operation stage. Which of the following is not related to ജിൻ പിയാഷെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധമല്ലാത്ത? അസിമിലേഷൻ, അക്കോമഡേഷൻ, സ്കീമ, സ്കാഫോൾഡിംഗ്. അപ്പൊ അതിൽ അസിമിലേഷൻ എന്താണ്, അക്കോമഡേഷൻ എന്താണ്, സ്കീമയും നമുക്കറിയാം. അപ്പോൾ ജിൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ്?
സ്കഫോൾഡിംഗ് എന്ന് വെച്ചാൽ കൈത്താങ്ങുതൽ. അപ്പോൾ സ്കൈഫോൾഡിംഗ് വരുന്ന എവിടാണ്? വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം തിയറിയിലാണ് കൈത്താങ്ങുതലം. മറ്റുള്ളവരുടെ പിൻബലത്തോടു കൂടി സഹായത്തോടു കൂടി നമ്മൾ മീൻസ് ലാംഗ്വേജിനെ ആയാലും നോളജിനെ ആയാലും കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ദാറ്റ് ഈസ് സ്കഫോൾഡിംഗ് ബൈ വൈഗോട്സ്കി. ഓക്കെ കുട്ടികളെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായിട്ട് ഇതിന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അടുത്ത ഭാഗങ്ങൾ അടുത്തൊരു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.